റാഹത്തിലായി പൂർവോപരി വർധനവിലായി ജാസ്തിയിലായി അല്ലാഹു തആല നിലനിർത്തി തരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമാണ്, ഹംദ് പറയണം. നിങ്ങൾക്ക് തന്ന ആരോഗ്യം അല്ലാഹു തആല നിലനിർത്തണമെന്നുണ്ടോ? ഫാനൊന്നും വന്നാക്കി. നിങ്ങൾക്ക് തന്ന ആരോഗ്യം അല്ലാഹു നിലനിർത്തണോ? നിങ്ങൾക്ക് തന്ന സന്തോഷം അല്ലാഹു നിലനിർത്തണോ? നിങ്ങൾക്ക് തന്ന റാഹത്ത് അല്ലാഹു നിലനിർത്തണോ? നിങ്ങൾക്ക് തന്ന ആയുസ്സിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യണം, അതിൽ അല്ലാഹു തആല വർധനവ് ചെയ്യണം. ഈ നിയമത്ത്, ഈ കൂടാൻ, ഈ പറയാൻ, ഈ പറയിപ്പിക്കാൻ, ഈ സംഗമിക്കാൻ, ഈ സംഘടിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ചെയ്ത ഈ നിയമത്ത്, ഈ അനുഗ്രഹം, ഇത് അല്ലാഹു തആല ഇനിയും സ്ഥായിയായി സ്ഥിരമായി ധാരാളമായി നിലനിർത്തണം. എന്നാൽ നിങ്ങൾ പറയണം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മളില്ലാത്തതോ അതന്നെ, അൽഹംദുലില്ലാഹ് എന്നില്ലാത്ത വേറെല്ലാം ഉണ്ട്. കച്ചവടം പൊടി പൊടിക്കുന്നു. മക്ക ഭയങ്കര കാറുപാർ. ഒരു അൽഹംദുലില്ലാഹ് ചെല്ലാനുള്ള ഒരു നാവ് നമുക്ക് പൊന്തുന്നില്ല. അൽഹംദുലില്ലാഹ് പറഞ്ഞെങ്കിലാണ് എല്ലാം റാഹത്തായിട്ട് അല്ലാഹു തആല നിലനിർത്താം. ഏതാണ് ഈ അൽഹംദുലില്ലാഹ്? ഖൈറുദ്ദുആഇ അൽഹംദുലില്ലാഹ് ശഫീഉൽ വറാ റസൂലുള്ളാഹ്. ഞാനിത് ആമുഖമായി പറയണമെന്നറിയോ, ഞാൻ എന്റെ വിഷയം മറന്നതല്ല. ഈ സദസ്സിനോട് നമുക്ക് വലിയൊരു ബഹുമാനമുണ്ട്. ഇതങ്ങനെ തോന്നിയപ്പോ വന്നിട്ട് ഇരിക്കുക, തോന്നുമ്പോൾ എണിച്ചു പോവാ, അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയിട്ടിരിക്കുക, അങ്ങനെ ചിന്തിച്ചു വരേണ്ടതല്ല. എന്റെ വയല് കേൾക്കുന്നത് കൊണ്ടല്ല, എന്നെക്കാളും പിന്നെ വലിയവരുടെ ആലിമീങ്ങളുടെ വയൽ ഇവിടെ ഇന്നലകളിൽ കഴിഞ്ഞില്ലേ, ഇനി നാളെയും മറ്റേനാളുമായിട്ട് ഒരുപാട് വലിയവർ വരാനില്ലേ. ആരുടേതായാലും അല്ലാഹുവിന്റെ ഇൽമിന്റെ മജ്ലിസ് അത് വലിയൊരു മജ്ലിസ് തന്നെയാണ്. അത് അല്ലാഹു തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ദുനിയാവിലെ അനുഗ്രഹമാണ്. ആ മജ്ലിസിൽ നമുക്ക് ഒത്തുകൂടാൻ സാധിച്ചോ എന്നത് കാരുണ്യവാനായ റബ്ബ് നമുക്ക് ചെയ്ത ഏറ്റവും വലിയ തൗഫീഖാണ്. അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, അമൽ ചെയ്യുന്നതിനേക്കാളേറെ അല്ലാഹു തആലക്ക് ധാരാളം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളേറെ നമുക്കുണ്ടാകേണ്ടത് ഇബാദത്തല്ല, അമലല്ല. പിന്നെയോ അദബാണ്. അദബ് മുന്നവാണ്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, ബഹുമാനിക്കേണ്ട ഇടങ്ങളെ ബഹുമാനിക്കുക, ബഹുമാനിക്കപ്പെടേണ്ട സമയങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കുക. അത് മസ്റ്റ്, അത് ഇമ്പോർട്ടന്റ്. ഇബാദത്ത് കുറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമല്ല. ഇബാദത്ത് കുറയണമെന്ന് പറഞ്ഞെടുത്ത സ്വഭിസ്കരിക്കാത്ത ദൂരസ്കരിക്കണമെന്നല്ല, അതിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. ചില മനുഷ്യന്മാർക്കുണ്ട് ഭയങ്കര സുന്നത്തും ഓത്തും ബൈത്തും. പള്ളിൻ്റെ ഉള്ളിൽ കൂറ്റും കവചാക്കുന്ന കണ്ടെങ്കില് സുങ്കത കട്ടൽ പോകുന്നവർ പഠിച്ചോ, ഓ ഓതിയനെ കണക്കും കയ്യില്ലേ. തങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഉച്ചത്തിൽ വിഷയം പറയാൻ നിൽക്കണ്ട. എന്തേ അങ്ങനെ പറഞ്ഞാൽ? ഒന്നുമില്ല, നിങ്ങൾ ചെയ്ത എല്ലാ അമലുകളും ബാത്തിലായി പോകും. നിങ്ങൾ അമല് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ അമല് അല്ലാഹ്ക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീഡിയോ എല്ലാം ലൈവ് ആയിട്ടുണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു വീഡിയോ പിടിക്കുന്നതിന് ഇവിടെ ലൈവ് ആയിട്ടെല്ലാം കാണുന്നുണ്ട്. ഇങ്ങോട്ട് എന്നെ ശ്രദ്ധിക്കും. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് ദീന് പഠിപ്പിക്കുന്നതിന് മുമ്പ്, ഈമാനും ഇസ്ലാമും പഠിപ്പിക്കുന്നതിന് മുമ്പ്, പരലോകത്തെ പറ്റി, സ്വർഗത്തെ പറ്റി, നരകത്തെ പറ്റി, നിസ്കാരത്തെ പറ്റി, നോമ്പിനെ പറ്റി സഹാബത്തിന് പഠിപ്പിക്കുന്നതിന് മുമ്പ് സഹാബത്തിന് ആദ്യം പഠിച്ചത് അദബിനെ കുറിച്ചാണ്. അദബ്, അച്ചടക്കം, മര്യാദ, ബഹുമാനം. തഅല്ലമുൽ അദബ ഖബ്ലൽ ഇൽമി. സഹാബത്തിന് ആദ്യം പഠിപ്പിച്ചത് അദബാണ്. അദബ്. മണവാട്ടി ഉമ്മാന്റെ അടുക്കലേക്ക് എങ്ങനെ വരണോ, അവിടെ വന്ന് എങ്ങനെ നിൽക്കണോ, വയലിന്റെ സദസ്സിൽ വന്ന് അങ്ങനെ ഇരിക്കണോ, ഇതാണ് മിന്നെ വേണ്ടിയേ. നിങ്ങൾ ഇരുന്നിട്ട് കേൾക്കുന്നത് പിന്നെ അതൊരു അമലാണ്. ആ അമലിനെക്കാളും മിന്നെ വേണ്ടത് ഈ സദസ്സിനോട് നിങ്ങൾ കാണിക്കുന്ന അദബാണ്. ഈ അദബ് കാണുമ്പോ അറിയാത്ത ബാർബർ മുടിയെടുത്ത പോലെ നോക്കിയാലോ നടുവിൽ എത്ര കസേര കാലിന്ന്. അപ്പൊ അത് ഈ മജ്ലിസിന്റെ ചേലല്ല. നിങ്ങൾ ആരെ കബറിലേക്കും പോകുന്നില്ല. നിങ്ങളെ കബറിലേക്കും ഞാൻ എൻ്റെ കബറിലേക്കും. നിങ്ങൾ അയാൾ പോകുന്ന അയാൾ എണിക്കുന്ന ഇയാൾ എണിക്കുന്ന നോക്കണ്ട. നിങ്ങൾ എല്ലാവരും ഒന്ന് എണീക്ക്. കസാല തോടണ്ട, എണിച്ചിട്ട് എതിർക്ക് വരി. കസാല തോടണ്ട, കസാല അയാളെ നോക്കുന്നതിന് അയാളെ കബർക്ക് നമ്മൾ പോകുന്നില്ലല്ലോ. എണിക്ക്, നിങ്ങൾ എല്ലാവരും എണിക്ക്. നിങ്ങളെ മുമ്പിൽ കാലി കസാര ഉണ്ടെങ്കിൽ ഒന്ന് കയറിയിരുന്നോളൂ. അതാണ് അദബ്. നിങ്ങൾ 2 മണിക്കൂർ കേൾക്കുന്ന വയലെന്ന അമലിനെക്കാളേറെ, ആ ഇബാദത്തിനെക്കാളേറെ അല്ലാഹ്ക്ക് ഇഷ്ടം അതിനോട് അദബ് പാലിക്കലാണ്. ഈ മജ്ലിസിനോട് ഒരു അദബുണ്ട്. നമുക്കെന്താ അദബ്? നമുക്കെന്താ അദബ്? നമ്മ എപ്പോഴും ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ബാക്കാണ്. ജമാഅത്തിന് പോയെങ്കിൽ അവസാനത്തെ റക്അത്തിലേ കൂടും, മുന്നേ കൂടാല്ല ലെട്ടാക്കും. ഹദ്ദാദിന് തീരാനാകുമ്പോ കൂടും,
ജുമാക്ക് ലാസ്റ്റ് ഖുത്ബക്ക് ഉണ്ടാവുകയല്ല. അത് വയസ്സമാറും അങ്ങനെ. ഈടക്ക് എത്തുമ്പോൾ വയസ്സമാറും അങ്ങനെ. ഈ വയലിന്റെ കേസിലേക്ക് എത്തുമ്പോൾ വയസ്സമാറും അങ്ങനെ. ഏതെങ്കിലും ബാക്കിൽ നിന്ന് 4-5 പുള്ളന്മാരുണ്ടാ, ആ പുള്ളന്മാരെ കൈയും കാലും പിടിച്ചിട്ട് എതിർക്ക് പറ നിങ്ങൾ എന്താ വയസ്സന്മാരെ പോലെ ബാക്കിൽ തന്നെ എതിർ. ഇതേ പുള്ളന്മാർ നാളെ മറ്റൊന്ന് ഷീറിന് കൊടുക്കുമ്പോൾ ഉറൂസിന്റെ ഒന്നും പോയിട്ട് എതിർല് കേട്ടില്ല. അപ്പൊ ഇതേ വയസ്സന്മാർ വരികയല്ലോ, നിങ്ങൾ എന്താ അത് കുരുത്തില്ലാത്ത പോലെ ബാക്ക് പറ. ഇതേ വയസ്സന്മാർ ചെല്ലും നാളെ. അത് ചെല്ലുമ്പോൾ വയസ്സന്മാർക്ക് പിടിച്ചിട്ടാവുന്നു. തലതാത്താണ് 1-2 വയസ്സന്മാർ. അതിനെ തകർന്ന് ഇപ്പൊ ഉള്ളത് പറഞ്ഞ ഉമ്മാക്കും പിടിക്കുന്നില്ലല്ലേ, പിന്നെ നിങ്ങൾ എന്ത് കണക്കായി? ഇപ്പൊ ആളെ നോക്കിയിട്ട് വേദം പറയാൻ പറ്റും? നമുക്ക് അതവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അതൊന്നുമില്ല. നമുക്ക് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ അറിയില്ല. ഇത് സ്വർഗത്തിന്റെ മജ്ലിസാണ്, മലായികത്തിന്റെ മജ്ലിസാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെല്ലാവരും, പ്രത്യേകിച്ച് മഹദി മണവാട്ടി ഉമർ റളിയല്ലാഹു അൻഹു ധാരാളമായി നോക്കിക്കൊണ്ടിരിക്കുന്ന മജ്ലിസാണ്. അള്ളാന്റെ അനുഗ്രഹങ്ങൾ റഹ്മത്ത് ധാരാളം പെയ്തിറങ്ങുന്ന മജ്ലിസാണ്. മഹാന്മാർ ഹാജറാകുന്ന മജ്ലിസാണ്. ഇതെല്ലാം മുത്തുനബി തങ്ങളെ തൊട്ട് സഹിയായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഇതെല്ലാം മദീനയിൽ നിന്ന് മുത്തുനബി തങ്ങളെ കാണുന്നുണ്ട്, ബഗ്ദാദിൽ നിന്ന് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ കാണുന്നുണ്ട്. ഈ മണവാട്ടി ഉമ്മ മാത്രം കാണുന്നതല്ല, അള്ളാന്റെ ലോകത്ത് അല്ല കാണുന്നു. അവൻ അപാരമായി കഴിവ് കൊടുത്ത അവന്റെ മഹാത്മാക്കളും കാണുന്നു. ഞങ്ങളെ ഈ കൂടല്, ഞങ്ങളെ ഈ ഇരുത്തം, ഞങ്ങളെ ഈ സംഗമം, ഞങ്ങളെ ഈ അമല്, ഞങ്ങളെ ഈ ഇബാദത്ത് വഖുൽ അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. നബിയേ വഖുൽ അമലു, അവരോട് പറയണ, ഈ കൂടിയ ജനങ്ങളോട് പറയണ, ഈ ജനങ്ങളോട് വിശ്വാസികളോട് പറയണ, ഈ അമലു, നിങ്ങൾ അമല് ചെയ്തോളൂ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തോളോ, സൽക്കർമ്മങ്ങൾ ചെയ്തോളോ, അല്ലാഹു തആലക്ക് പൊരുത്തപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്തോളോ. എന്തറിയോ കാരണം? ഫസയറല്ലാഹു അമലക്കും, നിങ്ങളെ സർവത്ര പ്രവർത്തനങ്ങളും അല്ലാഹു കാണുന്നുണ്ട്. വറസൂലുഹു, മദീനയിലെ പച്ചക്കുബ്ബക്ക് താഴെ ഉറങ്ങുന്ന മുസ്തഫായ റസൂലുള്ളാഹി തങ്ങളും കാണുന്നുണ്ട്. വൽ മുഅ്മിനൂൻ, സച്ചരിതരായ സദുവ്രതരായ നല്ലവരിൽ നല്ലവരായ മണവാട്ടി ബീബി ഉമ്മാനെ പോലെയുള്ള അൽ മുഅ്മിനും കാണുന്നുണ്ട്. എല്ലാ മുഅ്മിനും അല്ല, എല്ലാ മുഅ്മിനും അല്ല, അൽ മുഅ്മിൻ. അൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അതാ മഹാത്മാക്കള്. അവർ മെല്ലെ ഇത് കാണുന്നുണ്ട്. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബാകാമെന്നോവർ. അത് ഖുർആനാണ്, അത് ഖുർആനാണ്. അത് ഏതോ ഒരുത്തം പാടിയിട്ട് ഞാൻ പറഞ്ഞാ അത് കുറച്ച് ഓവറാണ്. അതിലെന്തോ ഓവറുള്ള, അപ്പൊ ഖുർആൻ ഓവറാണ്ട്. ഖുർആനല്ലേ, അതിലെന്തോ ഓവർ. നിന്റെ മണ്ടക്കത് ബുദ്ധിക്ക് യോജിക്കുന്നില്ലെങ്കിൽ അതിന് ഞങ്ങൾ എന്ത് പഠിച്ചു? ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ, അവന്റെ പേരാണ് മുഅ്മിൻ. നിന്റെ ബുദ്ധിക്ക് യോജിക്കുന്നത് മാത്രമാണ് പിന്നെ ഇത് വിശ്വസിക്കേണ്ടതെങ്കിൽ അങ്ങനെയാണ് കാര്യം. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല. ഏതായാലും ഈ ഇരുത്തമെല്ലാം മഹാന്മാർ കാണുന്നുണ്ട്. അല്ലാഹു തആല അപാരമായ ഖുദ്റത്ത്, അവന്റെ ഖുദ്റത്ത് കൊണ്ട്, അവന്റെ വലിയ കഴിവ് കൊണ്ട് അവൻ കാണുന്നു. അവൻ കൊടുത്ത വലിയ കഴിവ് കൊണ്ട് മഹാന്മാരെ കാണുന്നു. അവരെല്ലാം വീക്ഷിക്കുന്ന ഒരു പരിശുദ്ധമായ മജ്ലിസാണിത്. ഇത് കുട്ടിക്കളിയല്ല. ഇവിടെയുള്ള ഇരുത്തം ചന്താണോ? ഇവിടെയുള്ള വരവ് ചന്താണോ? ഇതൊരു ഡേണേറ്റ് മാച്ച് അല്ല, ഇതൊരു പോക്കും വരവും മാത്രമല്ല. ഇത് ചന്ത കണ്ടിട്ട് ചുറ്റി പോകേണ്ട കാര്യമല്ല. എന്തോ വാട്സപ്പിൽ കണ്ടല്ലോ, എത്ര കണ്ടു, വാസ്തവം അറിഞ്ഞില്ല. അത് നേരാണോ കളവാണെന്ന് അറിയില്ല. ശരി തന്നെ, പെണ്ണുങ്ങളെ ഭാഗത്ത് പെണ്ണുങ്ങൾ മാത്രം. അൽഹംദുലില്ലാ, നല്ലൊരു ചുവടാണത്. തന്നെയാണ് വേണ്ടത്. ഈ നമ്മൾ ഈ പുത്തനവാദികളല്ലോ ഇങ്ങനത്തെല്ലാം പിടിച്ചിട്ടാണ് ക്ലിപ്പാക്കുന്നത്. സത്യത്തിൽ അവർക്ക് വേറൊന്നും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനത്തെല്ലാം പിടിച്ചിട്ട് ക്ലിപ്പാക്കിട്ട് കണ്ടാ 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 ചാണത്തിന്റെ അടവ്. പിന്നെ ചാണല്ലാണ്ട് അവിടെ നെയ് കാണും. അനാചാരങ്ങൾ നടക്കുന്നിടത്ത് അനാചാരം എല്ലാം കാണൂ. അതിന് ക്ലിപ്പാക്കിയിട്ട് കണ്ടാ കണ്ടാന്നിട്ട് പിന്നെ എന്തേലും ഞമ്മേനെ ആവശ്യമൊന്നും കൊടുത്തില്ല. പിന്നൊന്നും നാട്ടിൽ നടക്കുന്ന എല്ലാ ഉറുസും നമ്മളെ കയ്യില്ല. ഓക്കെ, ഇപ്പൊ ഈട് ഉറുസ് നടക്കുമ്പോൾ ഏതോ ഒരു പരക്കാരന്റെ അവിടെ കമ്പൗണ്ടിന്റെ ഉള്ളിൽ ഒരു ചങ്ങായി ഒരു പിടിക്ക് അവസരം കൊടുത്തു. അവിടെ എല്ലാവരും പോകുന്നു വരുന്നു. അതിനിപ്പോ നാട്ടുകാരെന്ത് പഠിച്ചു, കമ്മിറ്റിക്കാരെന്ത് പഠിച്ചു, ഉസ്താദ്മാരെന്ത് പഠിച്ചു, അതിന് സമസ്ത എന്ത് പഠിച്ചു, അതിന് നമുക്ക് എന്താക്കാം? ഇത് അതിനെ മാത്രം കാണാമെന്നാലോ? അൽഹംദുലില്ലാ, നല്ലൊരു ചുവടാണത്.
അത് നല്ലൊരു സംഗതി തന്നെയാണത്. അങ്ങനെയാണ് വേണ്ടത്. ഇപ്പം അവിടെ പെണ്ണുങ്ങൾ മാത്രമേ പോകാൻ പറ്റൂ. പക്ഷെ അവിടെ ഉള്ളത് വെച്ചു ആണുങ്ങളാണല്ലേ കച്ചവടാക്കാൻ. ഏതായാലും അള്ളാഹു താല ചന്തം പോലെ ആക്കട്ടെ. അവൻ പൊരുത്തപ്പെട്ട അമലായി അള്ളാഹു ഞങ്ങളൊന്ന് സ്വീകരിക്കട്ടെ. പാവികളാണ് ഞങ്ങൾ, ദോഷികളാണ്, എളിയവരാണ്, വിനീതരാണ്. എന്തെങ്കിലും അപ്പുറപ്പുറമായി പോയിട്ടുണ്ടെങ്കിൽ കാരുണ്യവാനാണല്ല, കരുണക്കടലാണല്ല, ദയാലുവാണല്ല. ഞങ്ങളിൽ നിന്നിട്ട് അള്ളാഹു പുറത്തു തരട്ടെ. ഞങ്ങൾക്ക് അല്ലാഹു പൊരുത്തപ്പെട്ട് തരട്ടെ. ഞങ്ങൾക്ക് അല്ലാഹു മാപ്പ് ചെയ്യട്ടെ. എന്നാൽ അള്ളാഹിന്റെ ലോകത്ത് അല്ലാഹു സാധുക്കളായി നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എണ്ണിയാ തീരേല. ഈ ഇരുത്തവും ഈ സംഗമവും ഈ വരവും ഈ കാണലും ഈ കൂടിക്കാഴ്ചയും എല്ലാം ഒരു അനുഗ്രഹം തന്നെ. അതെ, അതെങ്ങാനും കണക്ക് കൂട്ടാൻ പോയാൽ അത് എണ്ണി തീർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അല്ലാഹു തആല ചെയ്ത അനുഗ്രഹങ്ങള്, നമുക്ക് ഒരുക്കി തന്നതായ സൗഭാഗ്യങ്ങള്, അതിന്റെ കണക്കെടുക്കാൻ പോയാൽ എണ്ണി തീർക്കാൻ ലോകത്ത് ഒരാൾക്ക് സാധ്യമല്ല. എന്നാൽ പടച്ചറപ്പ് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽ ഏറെ ബലപിടിപ്പുള്ളതും ഏറെ മഹത്വമേറിയതും വളരെയേറെ കരുതലോടെ സൂക്ഷിക്കേണ്ടതുമായ ഒന്നാണ് നമ്മുടെ മക്കള്. മക്കളെന്നത് അല്ലാഹു തആല ചെയ്ത നിയമത്താണ്. ആ നിയമത്ത് പല നിലക്കും അല്ലാഹു തആല നമുക്ക് തരുന്നുണ്ട്. നമ്മളെ പരീക്ഷിക്കാനെന്ന വണ്ണോ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് കടത്താൻ വേണ്ടിയിട്ട്, ഞങ്ങളെ നാളെ പരലോകത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകത്തെ മക്കളെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിച്ച് അവരെ കാരണമായിട്ട് ഞങ്ങളെ നരകത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്, അവരെ കാരണമായി മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാത്തിനും ഉതകുന്ന നിലക്ക് മേലായ റബ്ബ് തന്ന വലിയ അനുഗ്രഹം തന്നെയാണ് ഞങ്ങളെ മക്കള്. ആ മക്കളെ നല്ല നിലക്ക് കൊണ്ടുപോകുക എന്നത് മാതാപിതാക്കളെ ബാധ്യതയാണ്. മാതാപിതാക്കളെ ഏറ്റവും വലിയ കടമയാണ്. മക്കളെന്നത് എല്ലാവർക്കും കിട്ടാലോ. വിചാരിച്ചവർക്കെല്ലാം മക്കളായ, കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർക്ക് എല്ലാവർക്കും അല്ല മക്കളെ കൊടുത്തോ? ഇല്ലല്ലോ. അവൻ വിചാരിക്കുന്നവർക്ക് മാത്രമാണ് മക്കളെ കൊടുക്കുക. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്. ഈ കാണുന്ന കടാഹം മുഴുവനും അല്ലാഹുവിന്റെ അധീനതയിലാണ്, അവന്റെ കയ്യിലാണ്. ഈ ലോകത്തിന്റെ നിയന്ത്രണം പടച്ചറപ്പിന്റെ കരങ്ങളിലാണ്. യഖ്ലുഖു മാ യശാ. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു, പടക്കുന്നു, ലോകത്തെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് അവന്റെ വിചാരം പോലെ, അവന്റെ മുറാദ് പോലെ. അവൻ ഉദ്ദേശിക്കുന്നതേ ലോകത്ത് നടക്കോ, അവൻ ഉദ്ദേശിക്കുന്നതേ അവൻ പടക്കോ. യഹബു ലിമൻ യശാഉ ഇനാസാ. അവൻ ഉദ്ദേശിക്കുന്ന ബാപ്പ ഉമ്മാക്ക് അവൻ പെണ്ണുമക്കളെ കൊടുക്കോ. അതിന്റെ ഇനാസ പെണ്ണുമക്കളെ കൊടുക്കും എന്നുള്ള ആദ്യം പറഞ്ഞേ. അധികവും പെണ്ണുമക്കളെയാണ് കൊടുക്കുക. കിടാരെ കിട്ടിയിട്ടാകുമ്പോ നമുക്ക് ചുണ്ടു വാരാന്നതും പെണ്ണ് കിടാവും ചെല്ലും തന്നെ. നമ്മള് ചുണ്ട് ഇഞ്ചി കടിച്ച കുരങ്ങ് പോലാൻ തോപ്പോ നിന്റെ ഓള് പെണ്ണ് കിടാവ് പെറ്റ് ഇല്ലേ? എല്ലാവരും അല്ല, നിങ്ങളല്ല. പക്ഷെ നിങ്ങൾ ആരും അല്ല എന്നൊക്കെ അഭിപ്രായമില്ല. ഓള് ഗർഭിണിയായും ചൊല്ലിട്ടാകുമ്പോ ഈ ചങ്ങായിടൊക്കെ പുടവിരിക്കാൻ വന്ന് കയ്യും കാളും കൊടുക്കാൻ വന്ന് എല്ലാം ആക്കി. കാരണം മംഗലായിട്ട് 8 കൊല്ലായി ഓൻ കമിത്താത്ത ചട്ടിയില്ല, ഓൻ അടക്കാത്ത തേങ്ങയില്ല. അവസാനം ഈടെ ദ്വാരന്നിട്ടാകുമ്പോ ഗർഭിണിയായി. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആലയുടെ ഔദാര്യം. ഓന് വല്ലാത്തൊരു ഖുശിയാണ്, സന്തോഷാണ്. അങ്ങനെ കണ്ടോരിലും ഉറൂസിന്റെ ഇടയും 313 കൊടുത്തിട്ടും 756 കൊടുത്തിട്ടും മഹദിയുടെ മേലെ പടപിരിച്ചിട്ടും ഓൻ പറഞ്ഞെന്തറിഞ്ഞ ഉസ്താദ് ഭാര്യ ഗർഭിണിയാണ്, ദ്വാരക്കണോ ഉസ്താദ്, ദ്വാരക്കണോ. ഒരു കിട ഉസ്താദ് ഒന്നും. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. ഗർഭിണിയായി 9 മാസമായി. ചുരുക്കട്ട് നിന്റെ ഓള് പെറ്റെന്ന് പറഞ്ഞിട്ട് നർസ് കിടാവിനെയും കൊണ്ടുവന്നിട്ട് പുറത്ത് ഓൻ്റെ നിന്നിട്ട് എന്ത് കിടാന്ന് കേൾക്കുമ്പോ പെണ്ണും ചെല്ലിട്ടാകുമ്പോ ഓൻ്റെ ചുണ്ടിന്റെ ഒരു കോലം നോക്കണം. റഹ്മാനായ റബ്ബ്. മോയി 9 മാസം കളിച്ച കളി കണ്ടെങ്കിലേ അത് ചെല്ലിട്ടാകുമ്പോ ഈ കാറ്റ് പോയ ഫുഗ പോലെയോ പെണ്ണറ നിന്റെ കിടാവ് പെണ്ണ്. എന്താ പെണ്ണ ബാക്കി അതിനെടെങ്കിലും. സത്യം പറയട്ടെ, കുടുംബത്തിൽ ആദ്യം ജനിക്കുന്നത് പെണ്ണാണെങ്കിൽ ആ ബാപ്പ ഉമ്മാന്റെ കുടുംബത്തിൽ വലിയ വർഗത്തുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങളെ തഫ്സീറിലുണ്ട്. ആദ്യം ജനിക്കുന്ന കുഞ്ഞു പെണ്ണായാൽ അല്ലെങ്കിലും ആ അധിക ആൾക്കാർക്കും ഉണ്ടാകുന്നത് പെണ്ണ് തന്നെയാണ് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഞാൻ എന്റെ വക ഇജ്തിഹാദ് ചെയ്തതല്ല, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുകയാ. മാത്രമല്ല, ഒരു പെണ്ണുകിടാവിന്റെ ജനനം എന്നത്, ബർത്ത്ഡേ എന്നത്, ഒരു കിടാവിന്റെ, ഒരു കുഞ്ഞിന്റെ വരവ്, ഒരു കുഞ്ഞിന്റെ ആഗമനം, ഒരു കുഞ്ഞിനെ കിട്ടല്, അതൊരു സന്തോഷത്തിന്റെ കാര്യമാണ് എന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെണ്ണുകിടാവിന്റെ ജനനത്തെ കുറിച്ചാണ്.
ആണുകിടാവിന്റെ ജനനത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം ആണുകിടാവിന്റെ ജനനം, ആണുകിടാവ് ഉണ്ടാവല്, ആണുകിടാവ് ഉമ്മ പെറല് അതൊരു മാട്ടോ അല്ല, ചതുരോ അല്ല, അത് മലാമത്തല്ല. അതേ സമയത്ത് ഒരു കുഞ്ഞുണ്ടാകുമ്പോ നിനക്ക് സന്തോഷമാണ് എന്നുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെണ്ണുകുഞ്ഞിന്റെ ജനനത്തെ കുറിച്ചാണ്. ഇദാ ബുശ്ശിറ അഹദുഹും ബില്ലുൻസാ, പരിശുദ്ധ ഖുർആനാണ്. ഇദാ ബുശ്ശിറ അഹദുഹും, അവരോട് സന്തോഷ വാർത്ത അറിയിച്ചാൽ, അവർക്കൊരു ഗുഡ് ന്യൂസ് ചെന്ന് പിന്നെ പറഞ്ഞു കൊടുത്താൽ, ഏതറിയുമോ ആ ഗുഡ് ന്യൂസ്, ആ സ്വീറ്റ് ന്യൂസ്, ആ നല്ല സന്തോഷ വാർത്ത? ബില്ലുൻസാ, പെണ്ണുകിടാവിന്റെ ജനനമാകുന്ന ഗുഡ് ന്യൂസ്. ആണുകിടാവിന്റെ ജനനത്തെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ആണുകിടാവിൻ്റെതും ഗുഡ് ന്യൂസ് തന്നെയാണ്. കിടാവില്ലാണ്ടായെങ്കിലും ഉണ്ടായെങ്കിലും കിടാവ് ഏതായാലും ഗുഡ് ന്യൂസ് തന്നെയല്ലേ. പക്ഷേ കാരുണ്യവാനായ റബ്ബ് പച്ചക്ക് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞത് പെണ്ണുകിടാവിന്റെ ജനനത്തെ കുറിച്ചാണ്. പക്ഷേ ആ കിടാവിന്റെ ജനനം പെണ്ണാണ് എന്ന് ആ നെർസ് വന്നിട്ട്, പടച്ചറബിന്റെ ഗുഡ് ന്യൂസ്, നെർസ് വന്നിട്ട് ഓൻ്റെ ചെല്ലുമ്പോ ഓൻ കാറ്റുപോയ അണ്ട പോലെ, ഓൻ കാറ്റുപോയ അണ്ട പോലെ ഇല്ലേ? ഇത് ജാഹിലിയ സ്വഭാവമാണ്. അന്നവർക്ക് പെണ്ണുകിടാവിനെ കണ്ടുകൂടാ, അന്നവർക്ക് പെണ്ണ് പറ്റാല, പെണ്ണുമോള് പറ്റാല. പെണ്ണായി കഴിഞ്ഞ ജീവനോട് കുടിച്ചു മൂടുമായിരുന്നു. തമിഴ്നാട്ടിലൊന്ന് നടന്നു നോക്കാ. കേരളത്തിന്റെ ആശുപത്രിയിലുണ്ടോ, ചുറ്റുഭാഗത്തുണ്ടോ, സ്റ്റേറ്റ് സബിന് ജില്ലകളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പത്രങ്ങളിലൂടെ വന്നതാണ്. വീഡിയോ സെർച്ച് ചെയ്താലും കാണും. തമിഴ്നാട്ടിന്റെ ഹോസ്പിറ്റലുകളില് അമ്മ തൊട്ടില് എന്ന് പറഞ്ഞിട്ട് തൊട്ടിലുകൾ കാണാ ആശുപത്രികളില്. അതായത് നിങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞ ആ കുഞ്ഞിനെ കൊല്ലണ്ട, അബോർഷനാക്കി എടുക്കാൻ വേണ്ടി പറയണ്ട. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ തൊട്ടിലിൽ കിടത്തിക്കോളൂ, ഞങ്ങള് പോറ്റിക്കോളാം. ഇന്നത്തെ ആധുനിക ലോകത്ത് പോലും കുഞ്ഞു പെണ്ണുമക്കളോട് കാണിക്കുന്ന ക്രൂരതയാണ്. ഏതോ ആകട്ടെ, അല്ലാഹു തആല തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, സൗഭാഗ്യമാണ് മക്കള്. അതാണ് ഉദ്ദേശിച്ചവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നീ ജീവിതത്തിന്റെ 18 അടവ് പയറ്റിയാലും, എവിടെ ചെന്നിട്ട് കുത്തിയിരുന്നാലും, അടിമേളു മറിഞ്ഞാലും, നിനക്കല്ല കുഞ്ഞിനെ തരണമെങ്കിൽ ആണാവട്ടെ പെണ്ണാവട്ടെ, യഹബുലി മയ്യശാഉ ഇനാസാ വയഹബുലി മയ്യശാഉ ദുകൂർ. ആണായാലും പെണ്ണായാലും അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അത് അല്ലാഹുവിന്റെ കിട്ടലാണ്. അതവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നുള്ളൂ. ചില ആൾക്കാർക്ക് പെണ്ണുകിടാവ് മാത്രം, ചില ആൾക്കാർക്ക് ആണുമക്കള് മാത്രം, ചില ആൾക്കാർക്കോ ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസാ. ചില ആൾമാർക്ക് അല്ലാഹു തആല ആണിനെയും പെണ്ണിനെയും സംയുക്തമായി കൊടുക്കുന്നു. വയജഅലു മയ്യശാഉ അഖീമാ. ചില ആണുങ്ങൾക്ക്, ചില പെണ്ണുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാതെ അവരെ മച്ചികളാക്കുന്നു. അത് മാപ്പിളന്റെ കുറവല്ല, അവളെയും മിഷ്ടികല്ല, അത് അല്ലാഹുവിന്റെ ഉദ്ദേശമാണ്. അവർക്ക് കുഞ്ഞ് വേണ്ട എന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഏതോ ആകട്ടെ, മക്കൾ എന്നത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അത് കുട്ടിക്കളിയല്ല, തോന്നിയതുപോലെ ഉണ്ടാക്കപ്പെടേണ്ടവരല്ല, ഇനി ഉണ്ടായാൽ തോന്നിയതുപോലെ വളർത്തപ്പെടേണ്ടവരല്ല. എല്ലാം കൊണ്ട് ഒരുപാട് ചുമതലകൾ, ബാധ്യതകൾ നൽകപ്പെട്ട വലിയൊരു അമാനത്താണ് ഞങ്ങളെ മക്കള്. അതുകൊണ്ട് തന്നെ ഈ മക്കൾ അല്ലാഹുവിനോട് കിട്ടണമെങ്കിൽ ധാരാളം ദുആ ചെയ്യണേ. ദുആ ചെയ്യാതെ കിട്ടല. ഞാൻ ചെന്ന മുന്നേ ഒരാൾ അടിച്ചെല്ലി കൊണ്ടുണ്ട് എന്റെ വിഷയം. ആര് എന്നെ ശ്രദ്ധിക്കും, പിന്നെ പോയി ഔത്ത് കേട്ടി. ആദ്യം വേണ്ടത് നല്ല മക്കളെ കിട്ടണമെങ്കിലും, കിട്ടിയ മക്കൾ നല്ലാണെങ്കിൽ ആദ്യം വേണ്ടി എന്തറിഞ്ഞ ഉമ്മ വാപ്പ നന്നായിട്ട് ദ്വാരക്കണം. നല്ല ലക്ഷ്യം വെച്ചിട്ട് ദ്വാരക്കണം. ലക്ഷ്യം തന്നെ നന്നാകണം കേട്ട, ലക്ഷ്യം തന്നെ നന്നാകണം. പഠിച്ചവനെ മക്കളെ തരണമെന്ന് അറിഞ്ഞിട്ട് മാത്രം ദ്വാരുന്ന പോരാ. എന്നിന് മക്ക നമ്മളെ വാപ്പമാരിൽ കേട്ടോക്കാല, ഉമ്മാരിൽ കേട്ടോക്കാല, എന്നിന് കേടാവും. അലോസ ഒന്നെങ്കിലും വേണ്ടേ? എന്നിന് അത് ലാസ്റ്റ് വയസ്സായിട്ട് കിടക്കുമ്പോൾ, കൈ കാൽക്കൊന്നും ആവതില്ലാണ്ടായിട്ട് കിടക്കുമ്പോൾ ഒരു മരുന്നെങ്കിലും ബീത്താന് ഒക്കെ അതിനാ കിടാവും. അപ്പൊ നിനക്ക് അങ്ങനെ കിട്ടും. കാരണം എന്തേ? നാളെ ആഖിറത്തിൽ എന്തും ഇല്ല. ഖുർആനാണ്,
ദുനിയാവിൽ ഞങ്ങൾക്കെല്ലാം നീ ചന്താക്കണം. അതായത് നാളെ കിടക്കേണ്ടി വരുമ്പോൾ, ആശുപത്രിക്ക് പോകേണ്ടി വരുമ്പോൾ, മരുന്ന് വീത്തേണ്ടി വരുമ്പോൾ, തെളി വീത്തേണ്ടി വരുമ്പോൾ എല്ലാം കറക്റ്റ് ആക്കിയിട്ട് മട്ടം പോലെ പില്ലാക്കിയിട്ട് തരാൻ പറ്റുന്ന ഒരു ഘടന. എന്നാ അങ്ങനെ നാളെ ആഖിറത്തിലുണ്ടാവല്ല. അങ്ങനല്ല ദുആരെ കണ്ടേ, റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. പടച്ചോനെ ദുനിയാവിലും ആഖിറത്തിലും നല്ലത് തരണേ അല്ലാ, എല്ലാം കൊണ്ടും നല്ലത്. ഇത് ഞമ്മ ഒരു കിടാനെ കിട്ടുമ്പോൾ എന്തെല്ലാം അല്ലാട് പറഞ്ഞേ. ഞങ്ങളെ ലക്ഷ്യം തന്നെ ശരിയായിട്ടാ. ഞങ്ങളെ ലക്ഷ്യം തന്നെ എന്ത്? കിടത്തത്തിലാകുമ്പോൾ മരുന്ന് തരാന്, ലാസ്റ്റ് എണിക്കാൻ കഴിയാണ്ടാകുമ്പോൾ പണിയെടുത്തിട്ട് ഞങ്ങളെ പോറ്റാന്. അപ്പൊ നീ എന്തെല്ലാം പറഞ്ഞല്ലാടിപ്പോ? നിനക്ക് എണിക്കാൻ കഴിയാണ്ടാണോന്ന് പറഞ്ഞൊന്നു, കിടത്തത്തിലാണോന്നും പറഞ്ഞു ഒന്നു, മരുന്ന് വീത്താനുള്ള അവസരം ഉണ്ടാവണമെന്നും പറഞ്ഞു. നീ എല്ലാം ആയിട്ടൊരു കിടാവും. അപ്പൊ ഈനെല്ലാം കൂടെ അപ്പൊ നിന്നെ കിടത്തത്തിലാക്കുകയും ചെയ്യും, നിന്റെ മാക്കി വീറ്റുകയും ചെയ്യും. നീ അല്ലാഹ് കേട്ട അങ്ങനെയാണ്. അങ്ങനെ അല്ല കേൾക്കണ്ടേ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയാണ്. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെയും ദുആയാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയമ ബീവി റളിയല്ലാഹു തആല അൻഹ പള്ളിയുടെ മിഹ്റാബിന്റെ സൈഡിലാണല്ലോ. ഹന്നത്ത് ബീവിയുടെ മകള്, ഹന്നത്ത് ബീവിയുടെ മോള് ഈസാ നബിന്റെ ഉമ്മ അവിടെ നിന്നതാ എല്ലാം കൊണ്ട് താമസിച്ചിരുന്നത്, അല്ലാഹുക്ക് ഭക്തിയോടെ ജീവിച്ചിരുന്നത് പള്ളിയുടെ മിഹ്റാബിന്റെ സൈഡിലാണ്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുന്ന മിഹ്റാബിലേക്ക് ചെല്ലുമ്പോ അവിടെ അതാ കാണുന്നു, വജദ ഇൻദഹാ റിസ്ഖാ. അന്നാ നാട്ടിൽ എവിടെയും കാണാത്ത ഫ്രൂട്ട്സുകള്, വെജിറ്റബിള്, പഴങ്ങള്, പഴവർഗ്ഗങ്ങള്, ധാന്യങ്ങള്, ഭക്ഷണങ്ങള്, ജ്യൂസുകള് അന്നാ കാലാവസ്ഥയിൽ കിട്ടാത്തത്, അന്നാ നാട്ടിൽ എവിടെയും കിട്ടാത്തത്, മനോഹരമായ വെറൈറ്റിയായ പുതുമയാർന്ന ഫ്രൂട്ട്സുകള്, ഭക്ഷണങ്ങള്. മറിയം ബീവി എന്ന ഒറ്റക്കൊരു പെണ്ണ് താമസിക്കുന്ന മിഹ്റാബിന്റെ സൈഡില് അവൾക്ക് വേണ്ടി തിന്നാനായിട്ട് പ്രത്യേകം അവിടെ കണ്ടപ്പോ അത് കൊണ്ടുവന്ന് കൊടുക്കാൻ സക്കരിയ നബി അല്ലാതെ മറ്റൊരു രക്ഷിതാവ് അവിടെ ഇല്ല. വേറെ ഒരാൾക്ക് അവിടെ പ്രവേശനമില്ല. ഇനി വേറൊരാൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ അതുപോലത്തെ ഫ്രൂട്ട്സോ ഭക്ഷണമോ ജ്യൂസോ അന്നാ നാട്ടിലെവിടെയുമില്ല. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ അത്ഭുത കാഴ്ച കണ്ട നേരത്ത് മറിയമ ബീവിയോട് ചോദിക്കുന്നു, അല്ല മറിയമ അന്നാ ലക്കി ഹാദാ? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. മറിയമേ ഇതെവിടുന്ന് ഈ ഫ്രൂട്ട്സ്, ഈ ജ്യൂസ്, ഈ ഭക്ഷണം, ഈ ധാന്യങ്ങള് ഇതാര് കൊണ്ടുവന്ന മോള്? ഇതെവിടുന്ന് കിട്ടി മോള്? ഇത് എവിടുന്നാ മോള് എന്ന് മഹദിയോട് ചോദിച്ച നേരത്ത് മഹദി പറഞ്ഞത് എന്തറിയാ? ഹുവ മിൻ ഇൻദില്ലാഹ്. അത് മേലായ റബ്ബിന്റെ വക്കൽ നിന്നിട്ട് എനിക്ക് മാത്രം അവൻ ഇറക്കി തന്നതാണ്. അവന്റെ അപാരമായ ഖുദ്റത്താണ്, എന്റെ കറാമത്താണ്. അത് ലോകത്തെവിടെയും ഇല്ലെങ്കിൽ എന്റെ റബ്ബ് തന്ന സ്വർഗത്തിന്റെ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അത് സ്പെഷ്യലാണ്, അത് വെറൈറ്റിയാണ്, അത് മനോഹരമാണ്, അത് വല്ലാത്ത രുചിയേറിയതാണ്. അത് ഈ പരിസരത്തെവിടെയും കിട്ടല. കനിയില്ല കാലം കാനിയേ കൊടുത്തോവർ കരിഞ്ഞാമാരത്തുമ്മൾ കായാ നിറച്ചോവർ. അതാണ് ഈ ആയത്തിലെ കാണുന്നത്. അതാണ് ഈ സൂറത്തിൽ മറിയമ ബീവി പറയുന്നത്. ഇവിടെ എവിടെയും കിട്ടാത്ത ഭക്ഷണങ്ങൾ, ആരും കൊണ്ടുതരാത്ത ഫ്രൂട്ട്സ് ഐറ്റംസുകള് ഇവിടെ കാണുന്നുവെങ്കിൽ ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അല്ലാഹു തആല തന്നതാണ്. ഇത് പറഞ്ഞപ്പോ മഹാനായ സക്കരിയ നബിക്ക് മനസ്സിലായി മറിയമ ബീവി ചില്ലറക്കാരിയല്ല. മറിയമ ബീവി നിൽക്കുന്ന ഇടവും ചില്ലറ ഇടമല്ല. അത് പരിശുദ്ധമായ മണ്ണാണ്, അത് ദുആക്ക് ഇജാബത്തുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ അവിടെ ദുആരെന്നാൽ എന്റെ കാര്യം സാധിപ്പിച്ചു തരുമെന്ന് നല്ല ബോധ്യമുണ്ട് മഹാനായ സക്കരിയ നബിക്ക്. അത് ബോധ്യപ്പെട്ടപ്പോ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അവിടെ വെച്ചിട്ട് ദുആരുന്നു. ഹുനാലിക ദആ സക്കരിയ. അവിടെ വെച്ചിട്ട് മഹാനരുടെ ഒരു ആവശ്യം അല്ലാഹു പറയുകയാണ്. ഒന്നും ചോദിക്കാതെ മേലായ റബ്ബ് മഹദിയുടെ ഹദ്റത്തില് അത്ഭുതകരമായ നിലക്ക് പലതും കൊടുത്തുവെങ്കിൽ ഈ സാധുവായ കളവനായ വൃദ്ധനായ വയസ്സനായ എനിക്ക് മക്കളില്ല എന്ന് ഏകദേശം ഉണ്ടാവേല എന്ന് ആശ മുറിഞ്ഞിട്ടുള്ള എനിക്ക് ഒരു കുഞ്ഞിനെ തരാൻ അല്ലാഹുക്ക് വല്ല പണിയില്ല, വലിയ റിസ്ക് വേണ്ട.
ഹുനാലിക ദഅ സക്കരിയ റബ്ബായാണ്. എന്തെന്നറിയുമോ? ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ ഇന്നക സമീഉദ് ദുആ. നീ ആദരിച്ച നല്ലവളുടെ ഹദറത്തില് അതെ ഈ മണവാട്ടി ഉമ്മാനെ പോലെ അള്ളാന്റെ വിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറയപ്പെട്ട മഹദിയാണ്, അള്ളാന്റെ വലിയത്താണ്, ഏറെ ശ്രദ്ധയുള്ള മഹത്വമേറിയ പെണ്ണാണ് ബീവി മറിയം. അല്ലേ അതുപോലത്തെ ഒരു വലിയ തന്നെയാണല്ലോ ഈ പിന്നെ മണവാട്ടി ഉമ്മ. ഖുർആനിൽ പറഞ്ഞതിന് നല്ല പറഞ്ഞേ അങ്ങനല്ല. ഇനിയിപ്പോ നാളെ ക്ലിപ്പ് വരുമെന്തോ. 1362 ബുഖാരിന്റെ ഹദീസും ചെല്ലേണ്ടിയത് 1312 ഒരു ചങ്ങം നിന്റെ തന്തക്കും തള്ളം കിട്ടണ പെട്ടു. കേട്ടാ നിങ്ങൾ? രസം അതല്ല. ആ ചങ്ങാതി എത്ര നമ്പറൊന്നും പോയി ചെന്നുമില്ലല്ലോ. അതല്ലേ രസം. ഒരു മാന്യതയുണ്ടെങ്കിൽ അതിന് ശരിയാക്കി ചെല്ലണ്ടേ? അതല്ലേ ഒരാളെ ഉപദേശിക്കൽ അങ്ങനെയല്ലേ, തിരുത്തൽ അങ്ങനെയല്ലേ. ഇത് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നിങ്ങളുടെ സൈക്കിൾ ഔട്ടിയ പോലെ ഇല്ലില്ല പിന്നെ എയിലില്ലേ ആടെ എന്തില്ല അത് പറയേ. ഉപ്പ് തിന്ന വായല്ല മാപ്പുറപ്പുറ ആയിപ്പോയി. സത്യത്തിൽ അത് ബുഖാരി തന്നെയാണ്. അത് അലി റളിയല്ലാഹു തൊട്ടിൽ പൊട്ടിയത് അത് തന്നെയാണ്. അത് 1362 എന്ന് പറയേണ്ടത് 1312 എന്നായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഉപ്പ് യാറ് തിന്നാള്, എനിക്ക് ഉപ്പ് അല്ലെങ്കിൽ കുറച്ച് യാറ് അങ്ങനെ തന്നെ വന്നതായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ വാരുന്ന് കിട്ടാൻ വേണ്ടി എനിക്ക് അങ്ങനെ ആയിപ്പോയതാ. ഏത് വട്ടയിൽ ബേജാറില്ല, സന്തോഷം. അങ്ങനത്തെ ചിലം പോകണോ? ദുനിയാവല്ലേ, എല്ലാം ക്ലിയർ ആണോ? പറഞ്ഞനെല്ലാം നിങ്ങൾ അണ്ണാക്ക് തൊടാതെ ഇതും കൊണോ? എല്ലാവരും സ്വീകരിക്കണോ? എല്ലാവർക്കും ഇഷ്ടപ്പെടണോ? ചെല്ലെങ്കിൽ നേരെ സ്വർഗത്തിലെ കൊണ്ടുവരും. ഈടെ നടക്കാല, ഈടെ പലതും കേൾക്കേണ്ടി വരും. ഈടെ അഭിപ്രായം എല്ലാത്തിനും ഉണ്ടാവും. ലോകത്ത് എല്ലാത്തിനും അഭിപ്രായം ഉണ്ടാവും. അതിനെല്ലാം കേൾക്കാൻ നിന്നങ്ങാവേല. തവക്കൽതു അലല്ലാഹ് ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. എല്ലാം കറക്റ്റായിട്ട് നിൽക്കുക, കറക്റ്റായിട്ട് പഠിക്കുക, കറക്റ്റായിട്ട് ചെയ്യുക. ഫതവക്കൽ അലല്ലാഹ്. അവിടെ വിടാ, മുന്നേക്ക് പോവാ. ബേക്കടിക്കണ്ട, നിരാശപ്പെടണ്ട, പേടിക്കണ്ട. എന്തിനീ മൂന്നാമത്തെ ദുനിയാവില് പേടിക്കണോ? അല്ലെങ്കിലും എനിക്ക് നിങ്ങളിൽ കേൾക്കാനുണ്ട്. നിങ്ങൾ എന്തിനീ ദമ്മു പിടിച്ചിട്ടിരുന്നേ? നിങ്ങൾ കുറച്ച് റിലാക്സ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുക. വല്ലി മൂന്നാമത്തെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പോകണം. അതിൻ്റെ ഇടയിൽ ഇങ്ങനെല്ലാം ഇരിക്കണമെന്നില്ല. നല്ല സലാത്തല്ലെന്ന രാത്രി ചെല്ലി ഞാൻ ഈ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് തലല്ല ഒരു -ഡിഗ്രിയിൽ ആട്ടിക്കോളി. നന്നും വേണ്ട, ഒരു -ഡിഗ്രിയിൽ ഇങ്ങനെ എസ് ഓർണോ തിരിഞ്ഞിട്ടില്ല ഒന്നും തിരിഞ്ഞെന്ന് പറഞ്ഞോളി. അത് നീ ഇങ്ങനെ ബായ് വളർത്തി കേൾക്കുന്നു. ഇത് ഡേണൈറ്റ് മാച്ച് ഒന്നും അല്ല, ഇരുമിൻ്റെ കമ്പം പൂത്ത പോലെ. നിങ്ങൾ എൻ്റെ കൂടെ പോകണം. ഇത് ഇൽമാണ്. ഇൽമ അപ്പുറപ്പുറം കൊടുക്കുക, നിങ്ങൾ വാങ്ങുക. പാട്ടങ്ങനെയല്ല. അങ്ങനെ ബായും വളർന്നിട്ട് നീ കൊങ്കട്രയിലും എൻ്റെ സ്വർഗം പോലെ ബായി തുറന്ന് വെച്ചിട്ട് കേൾക്കാം. ഇതത് പറ്റാല. ഇത് നിങ്ങൾ ഉൾക്കൊള്ളണോ? എല്ലാം കേൾക്കണമെന്നില്ല, എല്ലാം പഠിക്കണമെന്നില്ല, എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്നില്ല. 2 മണിക്കൂർ കേട്ടതിൽ 2 കാര്യം നിങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങളെ ഉറൂസ് മുതലായി. അല്ലാഹു തആല ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തട്ടെ. ആമീൻ ചൊല്ലേ. അല്ലാഹു ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തട്ടെ. നിങ്ങളെ ആമീന് വലിയ കാര്യമുണ്ട് അള്ളാന്റെ അടുക്ക. നിങ്ങളെ ആമീന് വലിയ മധുരമുണ്ട് അള്ളാന്റെ അടുക്ക. നിങ്ങളെ ആമീന് വലിയ ഇജാബത്തുണ്ട് അള്ളാന്റെ അടുക്ക. നിങ്ങളെ ആമീൻ ഒരിക്കലും തള്ളപ്പെടല. കാരണം ഇവിടെ ചുരുങ്ങിയത് ഒരാളെങ്കിലും അള്ളാന്റെ വലിയുണ്ട്, മുസ്തഫായ റസൂലുള്ളാഹ്. അതുകൊണ്ട് നന്നായിട്ട് ദുആരക്കുക. അല്ലാഹു ഞങ്ങളെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കി തരട്ടെ. ഞങ്ങളെ കൽബും ഞങ്ങളെ അമലും അല്ലാഹു നന്നാക്കി തരട്ടെ. ഞങ്ങളെ ഇൽമിൽ അല്ലാഹു സിയാദത്തും ബർക്കത്തും നൽകട്ടെ. പറഞ്ഞു വന്നത് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ദുആരന്നിട്ടാ അല്ലാഹു തആല യഹ്യാ നബിയെ കൊടുത്തു. അല്ലാഹു തആല അന്നല്ലാഹ യുബശ്ശിറുക ബി യഹ്യാ. യഹ്യാ നബി അലൈഹിസ്സലാം ദുആരന്നു, നല്ലൊരു കുഞ്ഞിനെ തരണേ അല്ലാഹ്. കേവലം കുഞ്ഞല്ല, നാളെ കിടത്തത്തിലാകുമ്പോ കൈപിടിക്കേണ്ട കുഞ്ഞല്ല, തെളിവീത്തേണ്ടിയ കുഞ്ഞല്ല, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന കുഞ്ഞ്. എന്റെ ദീനിന്റെ എല്ലാ കാര്യത്തിലും, ഈമാൻ ഇസ്ലാമിന്റെ കാര്യത്തിലും എനിക്ക് സപ്പോർട്ടായി, താങ്ങായി, തണലായി നിൽക്കുന്ന കുഞ്ഞ്. നാളെ പരലോകത്ത് എനിക്ക് ഉപകാരപ്പെടുന്ന കുഞ്ഞ്. എല്ലാം കൊണ്ടും എന്നെയും മറ്റുള്ളവരെയും നിന്നിലേക്ക് അടുപ്പിക്കുന്ന കുഞ്ഞ്, സ്വയം നിന്നിലേക്ക് അടുത്ത കുഞ്ഞ്. ദുരിയത്തുൻ ത്വയ്യിബാ. അങ്ങനെയുള്ളൊരു കിടാവിനെ തരണേ എന്ന് തന്നെ ദുആരക്കണോ. ഇബ്രാഹിം നബി ദുആരുന്നത് അങ്ങനെയാണ്. റബ്ബി ഹബ്നി മിനസ് സ്വാലിഹീൻ. പടച്ച റബ്ബേ, സ്വാലിഹീങ്ങളിൽ പെട്ടൊരു കുഞ്ഞെനിക്ക് തരണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അങ്ങനെ ദുആരുന്നു. മർജിഉൽ ലമീരി ഇലൽ ഖരീബി ഔലാ അൽഫിയലുണ്ടല്ലോ സാർ. അങ്ങനെ ചിന്തിക്കണ്ടേ? അല്ല അങ്ങനല്ല. മുന്നേ ഇപ്പല്ല, 2-3 കൊറോണക്ക് മുന്നേ
നെക്സ്റ്റ് കൊറോണ അല്ല, ഫസ്റ്റത്തെ കൊറോണ വരുന്നതിൻ്റെ മുൻപേ ഒരാളെപ്പോൾ ഇങ്ങനെ പള്ളിയിൽ ഭയങ്കര ദുവ, നോമ്പിൽ ഭയങ്കര ജോറയാളോ ദുവ, എപ്പോഴും ദ്വാരക്കണം കാണുന്നയാൾ, ഒരു കിടോ. അപ്പോൾ എല്ലാവരും കേട്ടോലോ, മങ്ങലായിട്ട് കുറേ ആണ്ടായാന്ന് വാളിച്ചല്ലേ, ഞാൻ മങ്ങലായിട്ട് ഞാൻ മങ്ങലാവാണ്ട് ഒരു കിട ബ്ലൂടൂത്തിൽ സെൻഡാക്കുന്നയാ. ഈ മങ്ങലാവാണ്ട് ഒരു കിട ചെന്നതിന് എന്തർത്ഥമുള്ള? പ്രാർത്ഥന വേണം, പ്രവൃത്തിയും വേണം. അത് ഹലാലായ നിലക്കാവണം, പ്രാർത്ഥന നല്ല നിലക്കാവണം. ഇത് രണ്ടും സമഞ്ജസമായി ഒരുമിച്ച് കൂടുമ്പോ അല്ലാഹു തആല മക്കളെ തരുന്നു. മക്കൾ വലിയ അമാനത്താണ്, മക്കൾ വലിയ വർക്കത്താണ്, ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും വലിയ നിയമത്താണ്. ആണമക്കളെ നിയമത്താണ്, ആണമക്കളെ നിയമത്താണ്, പെണ്ണുമക്കളെ ഹസനത്താണ്. ഖാല റസൂലുള്ളാഹ്. മനസ്സിലായിട്ടില്ല? ആണുമക്കളെ കാര്യത്തിൽ നിന്നോട് നാളെ ചോദ്യമുണ്ട്. ഏത് നിലക്ക് അവരെ കൊണ്ടുപോയി, എങ്ങനെ പഠിപ്പിച്ചോ, ഏത് റൂട്ടിൽ കൊണ്ടുപോയി, അവരെന്തെല്ലാം ചെയ്യുന്നു എന്നതിനെ കുറിച്ച് നിന്നോട് നാളെ ചോദ്യമുണ്ട്. അതേ സമയത്ത് പെണ്ണുകിടാവിന്റെ കാര്യത്തിൽ നിന്നോട് ചോദ്യമില്ല. അവളെ മട്ടം പോലെ ദീനിയായ നിലക്ക് വളർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് വന്നു പോയാൽ നിനക്കവള് വലിയ അമലാണ്, ഹസനത്താണ്, കൂലിയുള്ള കാര്യമാണ്. ഖാല റസൂലുള്ളാഹ്. അതാ പറഞ്ഞാണ് കിടാക്ക നിയമത്ത്, പെണ്ണ് കിടാവ് ഹസനത്ത് എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ അവളെ ജീവിക്കാൻ വേണ്ടി അനുവദിക്കണമെന്നല്ല, കണ്ടവന്റെ കൂടെ ചാറ്റിങ്ങിന് ചീറ്റിങ്ങിന് പറഞ്ഞേക്കണമെന്നല്ല. നിന്റെ കൺട്രോൾ തെറ്റിക്കഴിഞ്ഞാൽ നിന്നോട് ഹസനത്തിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടാവും. അതെങ്ങനെ ചെയ്തു, ഏത് നിലക്ക് ചെയ്തു എന്നതിനെ പറ്റി ചോദ്യം ഉണ്ടാവും. ഇരിക്കട്ടെ, അവരെ നല്ല നിലക്ക് വളർത്തുക. ആ നല്ല നിലക്ക് കൊണ്ടുവരുന്ന മക്കളെ അല്ലാഹുവോട് നല്ല നിലക്ക് ദുആരുന്നിട്ട് കിട്ടുന്ന മക്കളെ നല്ല നിലക്ക് തന്നെ വളർത്തണോ. അവരെ അതാ നല്ല നിലക്ക് വന്നു കഴിഞ്ഞാൽ, അവർ അല്ലാഹു തആല നമുക്ക് തന്നു കഴിഞ്ഞാൽ, ആണുമക്കളാവട്ടെ പെണ്ണുമക്കളാവട്ടെ, അവർക്ക് നല്ല മതബോധം ഉണ്ടാക്കി കൊടുക്കണോ. ആദ്യമായിട്ട് അവർക്കുണ്ടാക്കേണ്ടത് അദബാണ്. അദബ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞു നിങ്ങളോട്, വിഷയത്തിലേക്ക് കടക്കുന്ന പിന്നെ ഒരു അദബിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് തന്നെയാണ് മക്കളെ വിഷയത്തിൽ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ അടുക്കലേക്ക് ഒരു ബാപ്പൊരു കിടാവിനെ കൂട്ടിക്കൊണ്ടുവന്നു. കിടാവ് കാണുമ്പോൾ തന്നെ ഗുരുഗുരുത്തം കേട്ടത്. കിടാവാണെങ്കിൽ കക്കാത്ത, പിന്നെ കയറാത്ത അടക്കമരയില്ല, കക്കാത്ത തേങ്ങമരയില്ല, പൂവാത്ത ഇടകളില്ല, തച്ചു പൊളിക്കാത്ത ഗ്ലാസ് ഇല്ല, കുത്താത്ത നെഞ്ഞുമില്ല. അങ്ങനത്തെ കിട ചെല്ലിയതിന്റെ ഡബിൾ തിരിച്ചു ചെല്ലുന്നു. സഹികെട്ട ബാപ്പ ഉമർ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടു. കിടാനെ കൊണ്ടതിന് ഉമർ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇതെന്റെ മോന്, തങ്ങളൊന്ന് ഉപദേശിക്കണം. എന്താ കാര്യം? ആ സമയത്ത് മഹാൻ പറഞ്ഞു, അത് ഉമർ ഖത്താബ് തങ്ങളോട് ആ മഹാൻ പറയുകയാണ്, ഉമർ ഖത്താബ് തങ്ങള് പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല, വളരെ കുരുത്തക്കേടാണ്, തീരെ അനുസരണയില്ല, പൊട്ടിത്തെറിച്ച സ്വഭാവമാ. ഒന്നും മുണ്ടിയാ രണ്ട് തിരിച്ച് ജവാബ് പറയുന്നു, ഒരു നല്ല കാര്യവും ചെയ്യുന്നില്ല, എന്തു പറഞ്ഞാലും കേൾക്കുന്നില്ല. തങ്ങളൊന്ന് ഉപദേശിക്കണം. മാത്രമല്ല ഈ ഇടയായി ചെറിയൊരു മെന്റൽ സ്വഭാവം കാണിക്കുന്നു, ഒരു ഭ്രാന്തൻ സ്വഭാവം, തലക്ക് സുഖമില്ലാത്തൊരു സ്വഭാവം കാണിക്കുന്നു. ഇത് പറഞ്ഞിട്ടാകുമ്പോ മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ കിടാനോട് ചോദിച്ച്, അല്ല മോനെ, ഈ പറഞ്ഞ കറക്റ്റാ, ബാപ്പ ഈ പറഞ്ഞത് നേരെ തന്നെയാണോ? നീ പറഞ്ഞൊന്നും അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, നേരെ തന്നെയാണോ എന്ന് പറഞ്ഞപ്പോ മഹാൻ പറഞ്ഞു, ആ കുഞ്ഞു പറഞ്ഞു, നേരെ തന്നെയാണ്, പക്ഷെ അതിന്റെ മിന്നെ എനക്ക് അമീറുൽ മുഅ്മിനീൻ നിങ്ങളോടൊരു വിഷയം ചോദിക്കാനുണ്ട്. പിന്നെ വേണ്ടിയ പോലെ ആയിക്കോളി, ഉപ്പാന്റെ കൂടെ നിങ്ങൾ എന്നെ ഇടിക്കുന്നെങ്കിൽ ഇടിച്ചോളി, അല്ല വേറൊന്നും ചെയ്യുന്നെങ്കിൽ ചെയ്തോളി, പക്ഷെ എനിക്ക് നിങ്ങളുടെ കാര്യം ചോദിക്കാനുണ്ട്. അതെ അമീറുൽ മുഅ്മിനീൻ, പിന്നെ അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ അബി, ബാപ്പാക്ക് മക്കളോട് ചെയ്യേണ്ട എന്തെങ്കിലും ബാധ്യതകളൊന്നും ഉണ്ടാ? അല്ല, മക്ക മാത്രം ബാപ്പാനെ ബഹുമാനിക്കണോ, ബാപ്പ ചെല്ലിയ പോലെ കേൾക്കണോ, ബാപ്പ ഇരിക്കുമ്പോ നിൽക്കണ്ട, ബാപ്പ നിൽക്കുമ്പോ ഇരിക്കണ്ട, ഇത് മക്കൾക്ക് മാത്രമേ? അല്ല, ബാപ്പാക്ക് മക്കളോട് എന്തെങ്കിലും ഉണ്ടാ എന്ന് കേട്ടപ്പോ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്. മക്കളുടെ കാര്യത്തിൽ ബാപ്പ ചെയ്യേണ്ട 3 കാര്യമുണ്ട്. ആ 3 കാര്യം ചെയ്തെങ്കിൽ ഏത് കിടാവും നന്നാവും, ഏത് മോളും നന്നാവും, ഏത് മോനും നന്നാവും. ഏതറിയുമോ ആ 3 കാര്യത്തിൽ? ഒന്ന്, നല്ല പെണ്ണിനെ കെട്ടുക, കുഞ്ഞിക്ക് നല്ല ഉമ്മാനെ കൊടുക്കുക. അതായത് കുഞ്ഞിനെ പെറുന്ന ഉമ്മ നല്ലവളാവണോ, കുഞ്ഞു
കുഞ്ഞു മാത്രം നന്നാവണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നീ 8 കൊല്ലം ലവാക്കിയിട്ട് കണ്ടവിടെല്ലാം ചുറ്റിയിട്ട് പിന്നെ മങ്ങലായിട്ട് പിന്നെയാണ് നിനക്ക് കിടാവായതെങ്കിൽ അതിൽ ഈ ബർക്കത്തിന്റെ കുറവ് കാണോ? ജാഗ്രത. നീ കെട്ടുന്ന പെണ്ണ് നന്നാവണോ? കാരണം നല്ല പറമ്പിലെ നല്ല കൃഷി ഉണ്ടാവും അല്ലേ? എല്ലാ കണ്ടത്തിലും നല്ല ഉണ്ടാവോ? നിങ്ങന്ത് മുണ്ടുന്നില്ല, നിങ്ങൾക്ക് തിരിഞ്ഞിട്ടേ അല്ല, നിങ്ങൾക്ക് എന്തോ ഒരു ബേജാറുണ്ട്. നിങ്ങൾ ഉമ്മാരുടെ അടുത്ത് പോയി ശല്ലിട്ടു നിങ്ങളെ ചളി വിരിഞ്ഞിട്ടേ നിങ്ങളെ ദമ്മ പിടിച്ചിനെ. മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പറയുന്നു, ഒരു കുഞ്ഞ് ആണാവട്ടെ പെണ്ണാവട്ടെ അത് നന്നാവാൻ, അനുസരണയുള്ള കിടാവാൻ ആദ്യം വേണ്ടത് കുഞ്ഞിന്റെ ഉമ്മാനെ നീ തെരഞ്ഞെടുക്കുമ്പോ നല്ലോണം തെരഞ്ഞെടുത്തോളൂ. അപ്പോഴാണ് കിടാവ് പറയുന്നത് യെസ് കറക്റ്റ് അമീറുൽ മുഅ്മിനീൻ. അങ്ങനെ വാ. അവിടെ തന്നെയാണ് ഞാൻ പഠിച്ചേ. എന്റെ ഉമ്മ മജൂസിയത്താണ്, എന്റെ വാപ്പ ലവ് മാരേജാണ്, എന്റെ വാപ്പ തീയാരാധകയായ ഒരാ മുസ്ലിമായ പെണ്ണിനെ കെട്ടിയവനാണ്. അതായത് എന്നെ വിളയിച്ചെടുത്ത കൃഷിയിടം നല്ലതല്ല, അതിന് ഞാൻ എന്തു പഠിച്ചു? നിങ്ങൾ കുറെ ഈട്ടിടുന്ന് തണ്ണി വീത്തുന്ന് വെള്ളം ഒഴിക്കുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ട്. ആ മണ്ണ് നല്ലാണ്ട് ഇടയ്ക്ക് എത്ര കൊണ്ടുവന്ന കയ്യും കാളും നടുവും അരക്കെട്ടും നേർച്ചയ്ക്കാണ് കിടാവിന്റെ പേരിൽ. നേർച്ചാക്ക് നല്ല തന്നെ, തെറ്റൊന്നും അല്ല, അത് കൂലിയുള്ള വിഷയം തന്നെയാണ്. പക്ഷെ നീ കെട്ടുമ്പോൾ തന്നെ ആലോചിക്കണം. എങ്കിൽ നിനക്ക് കയ്യും കാളും കൊടുക്കേണ്ടി വരില്ല, വയ്യ കൈ മാത്രം കൊടുക്കേണ്ടി വന്നാൽ മതി. എല്ലാം കൊടുക്കേണ്ടി വരുന്നെന്ന് പറഞ്ഞാൽ നീ കെട്ടുമ്പോഴേ തെറ്റീൻ. ഇന്നത്തെ ജനറേഷൻ പിന്നെ അങ്ങനെയാണ്. ഇനിയിപ്പോ മംഗലം കഴിക്കുമ്പോൾ നല്ല പെണ്ണ്, സ്വാലിയത്തായ പെണ്ണ്, മതബോധമുള്ള പെണ്ണ്. എന്റെ വിഷയമല്ല, എന്റെ വിഷയം ദാമ്പത്യ ജീവിതമല്ല, ഞാൻ വിഷയത്തിന് വഴി മാറുന്നുമില്ല. എന്നാലും പറയട്ടെ, നല്ലൊരു പെണ്ണ്, ദീനിയാത്തുള്ള പെണ്ണ്, അള്ളാനെ പേടിയുള്ള പെണ്ണ്, നല്ല ബാപ്പവും മാക്കുണ്ടായ നല്ല പെണ്ണ് നിറഞ്ഞിട്ട് കെട്ടലുണ്ട്. കളറ് കണ്ട് ചന്തം കണ്ട് പോയി അവസാനം വാട്സപ്പിലെ ഹായ് ഹൂയി ചാറ്റിങ്ങും ചീറ്റിംഗ് എല്ലാം ആയി. അതിന് അടുത്ത ഇത് മാർച്ചല്ലേ, ഇത് ഫെബ്രുവരി അല്ലേ? ഫെബ്രുവരി അല്ലെ? നേരെ കറക്റ്റ് നാളെ ക്ലിപ്പ് വരും. അത് വലിയ പേടിയാണ്, പണ്ടത്തെ പോലെ അല്ലേ, ഭാവി ഉറക്കും തന്നെ ജാഗ്രതയ്ക്കോ. ഫെബ്രുവരി എല്ലാം അതിനോ ഓൻ എൻഗേജ്മെന്റ് അതിനും അതിനായിട്ട് ദുബൈയിൽ നിന്ന് വന്നു എല്ലാം അതിനോ. എന്നിട്ട് ഇപ്പോൾ എൻഗേജ്മെന്റ് ആക്കിയിട്ട് തീരുമാനിച്ച പറഞ്ഞ അടുത്ത മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഹജ്ജ് വരുന്ന കഴിഞ്ഞിട്ട്, അതായത് ഇതിനുണ്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് മങ്ങാലം. അതിൻ്റെ ഇടയിൽ തന്നെ ഈ ചങ്ങ ഇന്നലെ തന്നെ ഓളെ ഇങ്ങോട്ട് ഊട്ടിക്ക് പോയിനാ. പിന്നെ മറ്റൊന്ന് മൈസൂർക്ക് പോയിട്ട് പിന്നെ വരുന്നില്ല, പോയി തലമക്കാമനോട് സിയാർത്താക്കിയിട്ട് ഒത്തൊക്കെ വരുന്നത്. പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് നിക്കാ പിന്നെ ഇതെന്ത് ഈല് നല്ല മക്കളുണ്ടാവണമെന്ന് പറഞ്ഞാൽ നീ കയ്യും കാലും കൊടുത്താൽ മതിയാ, നീ ഇടി തടിയനെ കൊടുക്കണ്ടേ മക്കാമല്ലേ? ഇതല്ലല്ലോ. അതാ പറഞ്ഞ ഉമർ ഖത്താബ് തങ്ങള് സെലക്ട് ചെയ്യുന്ന ഉമ്മ നല്ലവളാകണം. കിടാവ് നന്നാണോ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇറക്കിയ കൃഷിയിടം, ആ പാടം, ആ പാടവരമ്പ് അത് നന്നാകണം. ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അപ്പോഴാ കിടാവ് പറയുന്നേ എന്റെ ഉമ്മ മജൂസിയത്താണ്, ഓ മുസ്ലിമത്തല്ല, എന്റെ ഉമ്മ മുസ്ലിമത്തല്ല, ഏകദൈവ വിശ്വാസിയല്ല, എന്റെ ഉമ്മ ആ നിലക്ക് വന്നവരായിരുന്നു, അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞതാണ്. എന്നിട്ട് ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം, കിടാവിന് നല്ല പേരിടണോ? കിടാവ് നന്നായി വരണമെങ്കിലേ കിടാവിന് നല്ല പേരിടണോ? മൻസൂർ നല്ല പേര്, അങ്ങനത്തെ എല്ലാം പേരിടണം. കിടാവിന് നല്ല പേരിടണോ? നല്ല പേരിടണോ? അപ്പോഴാണ് ഈ കിടാവ് പറയുന്നത്, എന്റെ വാപ്പാക്ക് അവിടെയും പഠിച്ചു ഉമർ ഖത്താബ് തങ്ങള്, എന്റെ പേര് ജ്വാലെ, അതായത് കരിവണ്ട്. എന്നെ നോക്കി, എന്റെ പേര് കരിവണ്ട് എന്നാണ്. ഏതെങ്കിലും ഒരു പാപ്പ അങ്ങനത്തെ പേരിടുവോ? ഇനി കാണാൻ ചന്തയില്ലെങ്കിലും പേരിടുന്ന സുന്ദരി തന്നല്ലേ? അല്ലേ? കരികട്ട പോലെ ഉണ്ടെങ്കിൽ ഇടുന്ന സുന്ദരൻ തന്നല്ലേ? അങ്ങനല്ലേ ഇടണ്ടേ? ഇനി അങ്ങനത്തെ കരികട്ട പോലത്തോനെയോ ഇത് അങ്ങനെ പേരിട്ടെങ്കിലാവോ? ഈ കിടാവ് പറഞ്ഞു, എന്റെ വാപ്പ എനക്കിട്ട പേരെങ്ങനെ അറിയോ? കരിവണ്ട് എന്നാണ് ഉമർ ഖത്താബ് തങ്ങള്. അപ്പൊ നിങ്ങൾ ചെല്ലിയ രണ്ടാമത്തെ ഇതും പോയി, പിന്നെ അങ്ങനെ ഞാൻ നന്നാവും? ഞമ്മോ സത്യം പറയട്ടെ, പേരിടാനുള്ള എല്ലാ റൈറ്റ്സും അവകാശവും ലീഗലായിട്ടും എല്ലാമായിട്ടും ഉള്ളത് ബാപ്പാക്കാണ്. എല്ലാ ഫിഖിന്റെ കിതാബിലും ഉണ്ട്, ബാപ്പാക്കാണ് കിടാന് പേരിടാനുള്ള അധികാരം, ഉമ്മക്കല്ല, പെണ്ണിന്റെ വീട്ടുകാർക്കല്ല, ബാപ്പാക്ക്. ഇത് ബാപ്പ ഏതെങ്കിലും ഒരു പേര് കടത്തിയ വേർഡ് സെലക്ട് ആക്കുന്നു, ഗൂഗിൾ നോക്കിയിട്ട് എന്തല്ലോ പേര് ചൈൻചുയിന്നെല്ലാം ഇടാൻ വേണ്ടി. അതിന് കടയും കൊടിയെല്ലാം കൂട്ടണമല്ലോ. അതിന് ഞങ്ങൾ വിളിച്ചിട്ട് കേൾക്കുകയും ചെയ്യും, ഉസ്താദെ എന്റെ ഓള് പെറ്റിന് അതിനെന്താക്കണം ഞാൻ?
അല്ല നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഒരു പേര് ചെല്ലണോ ഉസ്താദ്? ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കുറെ ബുക്കെല്ലാം കിട്ടുന്നത് ഇപ്പം നല്ല അർത്ഥമുള്ള പേരെല്ലാം ഗൂഗിൾ നോക്കിയെങ്കിലും കിട്ടുന്നത്. കാരണം ഞാൻ എഴുതി കൊടുത്തെങ്കിൽ അങ്ങനെ റിട്ടേൺ വരുന്നു ഇങ്ങോട്ട്. ഞങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ട് ഫാത്തിമ, അബ്ബാസ്, റസാഖ്, അബ്ദുൽ ഹമീദ്, മജീദ്, സുലൈമാൻ, റഷീദ്, മൂസ, ഈസ, മുഹമ്മദ്. DMK നമുക്ക് കിട്ടല്ല, അത് അയാൾക്കുള്ളത് അല്ല. ഞമ്മ അങ്ങനത്തെ നല്ല പേരിടും. അതൊന്നും ഇതാല. പിന്നെ പിന്നെ ബാപ്പാന്റെ കടയും ഉമ്മാന്റെ കൊടിയും വേണോ? എന്ത് അങ്ങനത്തെ പേര്? ഇപ്പല്ല, ഒരു 10-20 കൊല്ലായി തോന്നുന്നു ഞാൻ മദ്രസയിൽ സദറുസ്താദായി ജോലി ചെയ്യുന്ന കാലം, അതായത് ഹൈദരാബാദ് കോളേജിലേക്ക് പോകുന്നു. പിന്നെ അപ്പോൾ ഈ കൊല്ല തുടക്കത്തിൽ കിടാക്കളെ ചേർക്കാൻ വരുമല്ലോ മദ്രസയിലേക്ക്. മദ്രസ പ്രാരംഭഘട്ടದಲ್ಲಿ അങ്ങനെ കിടാവിനെ കൂട്ടിക്കൊണ്ട് വന്ന ഒരു ബാപ്പ കിടാവിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അത് ഇതെല്ലാം അവിടെ വെച്ചിട്ട് നമുക്ക് കിടാവിന്റെ ബാപ്പാന്റെ പേരും ചൊല്ലി കിടാവിന്റെ പേര് നോക്കുമ്പോൾ അതിലെന്തല്ലോ കാണുന്നത്. ഞാൻ നേരെ കേട്ട്, എന്ത് കിടാന്റെ പേരെന്ത്? പെണ്ണ് കിടാന്റെ പേരെന്ത്? നിങ്ങളെ കിടാന്റെ പേരെന്ത്? നേരെ ചൊല്ലി ഹഷ്ഫ. ഞാൻ കേട്ടല്ല ഹഫ്സ. ഹഫ്സ നോ നോ ഹഫ്സ അല്ല. പിന്നെ ഞാൻ കേട്ടല്ല ഹഫ്സ. ഹഫ്സ നോ നോ ഹഫ്സ അല്ല, പിന്നെ ഹഷ്ഫ. എന്ത് അഷ്ഫൻ ചെല്ലുങ്ങ? അഷ്ഫൻ ചെല്ലുങ്ങ എന്തിപ്പം ചെല്ലണ്ടി? ഞാൻ ഈ മൈക്കല് അതിനർത്ഥം ചെല്ലാൻ കഴിയും മൈക്കല്? അല്ല, ചിലത് നമ്മൾ ചെല്ലുമ്പോഴും ജാഗ്രത ആക്കണ്ടേ. ലിംഗാഗ്രം, ആണുങ്ങളുടെ ലിംഗത്തിന്റെ അഗ്രത്തിന്റെ പേരാണ് ഹഷ്ഫ. ഒരു പെണ്ണ് കിടാനിട്ട പേരാണ് ഹഷ്ഫ. എന്റെ കേക്കാൻ നല്ല സുവാദുണ്ടല്ലോ, കാറ്റ് പോന്നല്ലേ ഹഷ്ഫ, പുഷ്ക. കാറ്റ് പോന്നിട്ട് നീ പേരിട്ടെങ്കിലോ? ഞാൻ 5ാം ക്ലാസ് 6ാം ക്ലാസ് എത്തിയിട്ട് പൊതുപരീക്ഷന്റെ ക്ലാസ്സിലേക്ക് എത്തുമ്പോ ഈ കിടാവ്, അതായത് ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്ന നേരത്തോ അല്ല മറ്റോ അവരുടെ അഷ്പ മുൻകിടുന്ന കുളി നിർബന്ധം എന്നൊക്കെ പഠിപ്പിക്കുമ്പോ ഈ കിടാവ് എന്താക്കും? അർത്ഥം അറിയുന്ന പ്രായമല്ലേ അപ്പോ? ഇതൊരു അർത്ഥം നോക്കിയാലോ എന്തും നോക്കിയാലാ? സത്യം പറയട്ടെ, ഖൈറുൽ അസ്മായി അബ്ദുല്ലാഹ് വ അബ്ദുർറഹ്മാൻ പേരിടുന്ന വിഷയത്തിൽ ഇന്നും ഒരു മാറ്റമില്ലാതെ ജനതയുണ്ടെങ്കിൽ, ജനറേഷൻ ഉണ്ടെങ്കിൽ അത് അറബികളാണ്. നോ ചേഞ്ചസ്, അവർക്കൊരു മാറ്റവും ഇല്ല. ഇപ്പോഴും അബ്ദുറഹ്മാൻ, അബ്ദുൽ ഹമീദ്, ഷെയ്ഖ് സുദൈസ് എല്ലാം കൂട്ടും. ഒരു 10-12 പേരെല്ലാം ഉണ്ടാവും. ഞങ്ങൾ അയ്യോർ ഉത്തക്ക അയ്യോർ ഉത്തര ജുമാക്ക പോയിട്ട അറബികളെ പേര് നല്ല മനോഹരാണ്. നമ്മളെ പേര് ഞമ്മ കഷ്ടകാലത്തിന് അബ്ദുറഹ്മാൻ ഇട്ട് തന്നെ വെച്ചോ. സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല പേരെന്താ? അബ്ദു കൂട്ടിയിടലാണ്. അള്ളാന്റെ പേരിന്റെ പിന്നെ അബ്ദു കൂട്ടിയിടലാണ്. അതാണ് ഏറ്റവും നല്ല പേര്, ബർക്കത്തുള്ള പേര്. നാളെ പരലോകത്ത് കോടാനക്കോടി ജനങ്ങളുടെ മുമ്പിൽ ആ നല്ല പേര് കൊണ്ടായിരിക്കും നിന്നെ വിളിക്കപ്പെടുക. അതുകൊണ്ട് മക്കളെ പേര് ചന്തമാക്കണേ, ചേലുള്ളതാക്കണേ, അർത്ഥമുള്ളതാക്കണേ. ഗൂഗിൾ നോക്കിയിട്ട് പേരിടുന്ന വേറെ ജാഗ്രത. അതെ, കണ്ടവന്റെ എല്ലാം കേട്ടിട്ട് പേരിടാൻ നോക്കണ്ട. അവിടെ കടാക്കടി ബടി പോലെ നിന്നോളാം. ബാപ്പാക്കാണ് പേരിടാനുള്ള റൈറ്റ്സ്. ഇനി ഒരു വേള കട്ടകാലത്തിന് ഏതെങ്കിലും ഒരാള് അബ്ദുറഹിമാൻ ഇട്ടെങ്കിൽ തന്നെ അതിന് എന്തെല്ലാക്കിയിട്ട് ഞമ്മ വിളിക്കുന്നേ അല്ലേ? അബ്ദുറഹിമാൻ ഇട്ടെങ്കിൽ അന്തുമാൻ, അത് കണ്ണൂർക്ക് എത്തുമ്പോ അന്തുമാൻ, കാസർഗോഡ് എത്തുമ്പോ അന്തായി, പൊയ്യത്തേൾക്ക് എത്തുമ്പോ എന്തായി ആർക്കറിഞ്ഞു? അല്ല, ഞാൻ ഒരു പേരിനെ എന്തല്ല ആക്കി നോക്കി. ഒരു കൊണ്ടാട്ടത്തിൽ ഒരു പിരിസപ്പാട്ടിൽ അങ്ങനെ വിളിക്കുന്നതിന് മോശമൊന്നും ഇല്ല. പക്ഷെ ഈ കൂട്ടത്തിൽ ഇങ്ങനെല്ലാക്കി ആദ്യമൊക്കെ പേരിടാണാ. ഒരിക്കൽ ഒരു ഉത്തരദേശത്തില്, ഞാൻ ഇത് രസം പറയുന്നതല്ല, നമ്മളെ പേര് എന്നത് വലിയ കാര്യമാണ്. ഒരു കിടാവിന്റെ ഭാവി നിർണയിക്കുന്നതില്, ഞങ്ങളെ കുഞ്ഞുമോളുടെ കുഞ്ഞു പൈതലിന്റെ, ഞങ്ങളെ കരളിന്റെ കഷ്ണമായ കിടാവിന്റെ ഭാവി നിർണയിക്കുന്നതില്, ആ കിടാവിന്റെ ഹാഗുഹോഗുകൾ നിർണയിക്കുന്ന വിഷയത്തില്, ആ കിടാവ് നന്നാകുന്ന വിഷയത്തില് പേരിന് വലിയ സാന്നിധ്യമുണ്ട്, പേരിന് വലിയ പങ്കുണ്ട്. ഹബീബുൽ വറാ റസൂലുള്ളാഹ്. അതുകൊണ്ടാ പറയുന്നത്, ചിരിക്കാൻ വേണ്ടി പറയല്ല. തോന്നിയതുപോലെ പേരിടാന്ന് കണ്ട ഈ കിടാവ് ഉമർ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, എന്റെ ബാപ്പ ഞാൻ കുരുത്തം കെട്ടവനാണ്, ഭ്രാന്തനാണ്, തല്ലിപ്പൊളിയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മുമ്പിലേക്ക് വന്നല്ലോ ഉമർ ഖത്താബ് തങ്ങളെ. എങ്കിൽ എന്റെ ബാപ്പ എന്നോട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നല്ല നിങ്ങൾ പറഞ്ഞ. അതിലൊന്നാമത്തത് കുഞ്ഞിന്റെ ഉമ്മ നന്നാകണമെന്ന. ഉമ്മ പോയി, ഫസ്റ്റേ പോയി, ഉമ്മ മജൂസിയത്താണ്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞോ പേര് നന്നാക്കണമെന്ന്. എന്റെ ബാപ്പ എനിക്കിട്ട പേര് കരിവണ്ട് എന്നാണ്. കരിവണ്ട്. ഏതെങ്കിലും ഒരു മൂക്കുള്ള വാപ്പ പേരിടോ? കർത്തവനാണെങ്കിലും സുന്ദരി എന്നല്ല ഇടല്.
അല്ല, കരിവണ്ടെന്നായിട്ട് രണ്ടാമത്തതും പോയി. ഹബീബായ നബി തങ്ങൾ പറയുന്നു, പേര് നന്നാക്കണേ. പണ്ടതാ കൂരിയാട് വെച്ചിട്ട് ഞങ്ങളെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സമ്മേളനത്തില് ഒരു ഗോപാലകൃഷ്ണൻ എന്ന് മുസ്ലിമായല്ല, മുസ്ലിമായിട്ടും കൂടി അയാളെ പേര് ജമാഅത്ത് കാത്തേല് പള്ളിയുടെ രജിസ്റ്ററില് എല്ലാത്തിലും അയാളെ പേര് അങ്ങനെ ഗോപാലകൃഷ്ണ. ഗോപാലകൃഷ്ണ, ഒരു മാറ്റവുമില്ല. അപ്പോഴാണ് ഞങ്ങൾ ആലിമീങ്ങൾ പറഞ്ഞത്, പേരെല്ലാം മാറ്റണമെന്നില്ല, പക്ഷേ ചില പേര് മാറ്റണം. ശിർക്കിന്റെ ധ്വനിയുണ്ടെങ്കിൽ, അപലക്ഷണത്തിന്റെ ധ്വനിയുണ്ടെങ്കിൽ, അശുഭലക്ഷണത്തിന്റെ ധ്വനിയുണ്ടെങ്കിൽ, ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞ ഞങ്ങൾ ഗോക്കള പാലിക്കുന്നവനാണെന്നാണ്. കൃഷ്ണ ഭഗവാന്റെ പേരാണത്, അവന്റെ അടിമയാണ് എന്നാണ് അർത്ഥം. ആ പേര് മാറ്റണോ എന്നവിടുന്ന് ഞങ്ങൾ ആലിമീങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞെന്തറിയാ? ഏത് ജമാഅത്തെ ഇസ്ലാമി? RSSന്റെ ഭാഗവത്തിന്റെ വലിയ ചങ്ങായിപ്പാടാക്കാൻ കൂടി ഓർക്കും. ഞാൻ പാർട്ടി പറയുന്നതല്ല, ഞാൻ പാർട്ടിന്റെ ആളല്ല. നിങ്ങൾക്ക് പാർട്ടി ഉണ്ടെങ്കിൽ എനിക്ക് പാർട്ടി ഇല്ല. നിങ്ങൾക്ക് പാർട്ടി ഉണ്ടെങ്കിൽ നല്ലോണം അറിയും, നല്ലോണം അറിയും. കുറെ ഓവറാണെന്ന് ചിലതല്ല, ശരിയല്ല. അല്ലാഹു തആല ഞങ്ങളെ ദീനിന്റെ കാര്യത്തിൽ ഒന്നിപ്പിക്കട്ടെ. ആമീൻ ചൊല്ല്. എന്തെങ്കിലും വച്ചള് ആമീൻ ചൊല്ല്. നിങ്ങൾക്ക് പിടിക്കാല, അതിന് നാളെ സല്ലാൻ തിട്ടെങ്കിലേ ഇപ്പൊ ആമീൻ ചൊല്ല്. അല്ലാഹു തആല ഞങ്ങളെ ദീനിന്റെ കാര്യത്തിൽ, ഈമാൻ ഇസ്ലാമിന്റെ കാര്യത്തിൽ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ, നന്മയുടെ കാര്യത്തിൽ അല്ലാഹു ഞങ്ങളെ ഒന്നിപ്പിക്കട്ടെ. ഞങ്ങളെ കൽബിന് അല്ലാഹു തആല ഇണക്കവും സാഹോദര്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ചൊല്ലാതിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ആണ്ടുമ്പോൾ ഇങ്ങനെ പോട്ടുന്നതിന് നിങ്ങൾ ആശ. അല്ല ഉടന്തായിനി ഉടന്തോ ആയിട്ടില്ല, എന്തോ ഇങ്ങനെ അതിന് ചർച്ചാക്കണ്ട. ഈ ചെല്ലിയതൊന്നും ചർച്ചാക്കാനുണ്ടാവില്ല. ഇതിന്റെ അപ്പുറം പിടിച്ചിരുന്ന ആളെ വേറെന്തോ കാര്യം ചർച്ച. പണ്ടൊരു ഉസ്താദ്, അയാള് ഒരേ പള്ളിയിൽ ഒരേ ആളെയാ, അയാൾക്ക് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് മുക്രി മുഅല്ലിമായിട്ട് വേറെ ആരും ഇല്ല. നാട്ടുകാരും പാവങ്ങളും അവർക്ക് രണ്ടാളെ വെച്ചിട്ട് ശമ്പളം കൊടുക്കാനുള്ള തക്കത്തും ഹിമ്മത്തും ഇല്ല. ഒരേ ഉസ്താദ്. അയാളങ്ങനെ ആ പള്ളിയിൽ കുറെ ആണ്ടായി, 10-18 കൊല്ലായി. നിങ്ങൾ ബേജാറാക്കിയിട്ടുണ്ട, നിങ്ങൾ ബേജാറാക്കിയാണ്, കയ്യിൽ ബേജാറും ഇല്ല. അങ്ങനെ ആ ഉസ്താദ് അയാൾ ഇങ്ങനെ റാഹത്തിലേക്ക് ചെയ്യുന്നത്. എന്തോ കഷ്ടകാലത്തിന് അയാൾക്ക് ഷുഗർ വന്നു, രോഗം, അള്ളാഹു കാക്കട്ടെ. അങ്ങനെ വന്നിട്ടാകുമ്പോൾ ഈ ഷുഗറുള്ളവർക്ക്, ചില ഷുഗറുള്ളവർക്ക് വിശപ്പ് കൂടുതലോ, പൈപ്പ് കൂടുതലോ. അതായത് മുന്നേ 4 പിണ്ടി തിന്നിനെങ്കിൽ ഇനി അവർ 8 പിണ്ടി തിന്നേണ്ടി വരും. മരുന്നിന്റെ പവറാണത്. അങ്ങനെ ഇയാൾക്ക് ഈ സത്യത്തിൽ പരന്നു കൊണ്ടിരുന്നതല്ല, ടിഫിനിലിട്ടിട്ട് ബുത്തിൽ കൊണ്ടിരുന്നതല്ലേ. കൊണമെങ്കിൽ എത്ര നമുക്കറിയുന്നില്ലേ. ചില ഉടുപിടിച്ച പരന്ന് തന്നെ 1.5 പിണ്ടി. അങ്ങനത്തതുണ്ട് കുറെ. ജാലിട്ട അടക്കൊക്കെ കണക്കുകയല്ല, ഉസ്താദിന്റെ ബുത്തിൽ 1.5 പിണ്ടി കടുമ്പ്. അപ്പൊ അങ്ങനത്തത് വന്നെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് മതിയാന്നാ, ഇയാൾ കുളിയാനുണ്ട് 1.5 കിലോ. ഇതിപ്പോ ഇയാൾക്ക് മതിയാന്നുമില്ല. ചില വരുന്നത് ഇങ്ങനെയും. ഇയാൾക്ക് ഇനി ചെല്ലണമെന്നുണ്ട്, അങ്ങനെ ചെല്ലാൻ അറിയുന്നുമില്ല, ഇയാൾക്ക് മതിയാന്നുമില്ല. ഇയാൾക്ക് ഷുഗറുമായി മതിയാവാണ്ടിരിക്കുമ്പോൾ ഇയാളെ തടിയും പോയി, എല്ലാം പോയി. അവസാനം ഇയാളൊരു വെള്ളിയാഴ്ച പ്രസംഗിച്ചാല എന്തെന്നറിഞ്ഞാ, ഞാൻ ഇത് ചെല്ലുന്നതിനറിയോ, നമ്മൾ ആവശ്യമുള്ളത് ചർച്ചാക്കുന്നില്ല, ആവശ്യമില്ലാത്തതിലേക്ക് തന്നെ പോകുന്നേന്ന്. നിങ്ങൾ അതിന് പോകണ്ട, നിങ്ങൾ ആവശ്യമുള്ളതിനെടുക്കി. നിങ്ങൾ ഇതിന്റെ കൊടിയെടുത്തിട്ട് നാളോട് ആൾക്കുളുത്താക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ആക്കിങ്ങ് കല്ലുവല്ലി, എനക്കൊരു പുല്ലാണതാ. അല്ലാഹു തആല ഹക്ക് പോലെ ഞങ്ങളെ നിലനിർത്തട്ടെ. ഞങ്ങളെ പുറം നന്നാക്കിയതിനേക്കാളേറെ ആ കിടക്കുന്ന ഉമ്മാന്റെ വർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ ഉള്ളു നന്നാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കൽബ് അല്ലാഹു നന്നാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ആ ഉസ്താദ് ഏതായാലും പ്രസംഗിച്ച് ഈ 1.5 പിണ്ടി 1.5 ദിവസം വന്നെങ്കിൽ ഞാൻ മയ്യത്താവും. ഇനിയിപ്പോൾ എന്നെ അവർ വിടുന്നുമില്ല, വിടാൻ അവർക്ക് മനസ്സുമില്ല, ഇയാൾക്ക് ഒന്നുമില്ല. നാട്ടുകാർക്ക് ഇഷ്ടമാണ്, ഇയാൾക്കും ഇഷ്ടമാണ്. ഇരിക്കട്ടെ, ഞാൻ നീട്ടുന്നില്ല. അതല്ല മുത്തരല്ലായ ജുംലയാണ്. നിങ്ങൾക്കൊരു പാടുള്ളത് കൊണ്ട് ഞാനത് ഇടക്കിട്ടെന്ന് മാത്രം. ഇയാൾ ഏതായാലും പ്രസംഗിച്ച് വെള്ളിയാഴ്ച കഴിഞ്ഞ പടം എന്താ പറഞ്ഞാൽ, പിന്നെ എല്ലാവർക്കും ദുആയിരുന്നു, ഭക്ഷണം തരുന്നവർക്കും നാട്ടുകാർക്കെല്ലാം ബർക്കത്തിന് ദുആയിരുന്നിട്ട് ചൊല്ലി, എനിക്ക് നിങ്ങളൊരു വിഷയം ചെല്ലാനുണ്ട്, എന്ത് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ മുന്നത്തെ പോലെ 1.5 ദിവസം ഒന്നും കടത്തി കണക്ക് മതിയാകുന്നില്ല. അത് മതിയാട്ടി. ഇപ്പം ഷുഗറെല്ലാം ഉള്ളതിനെ കൊണ്ട് കുറച്ച് ഏറെ വിശപ്പെല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ ഓല ഇയാളൊന്ന് ചെല്ലി തിരിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞാൽ, ചില വരുന്ന ദോശ കണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഊതിയങ്ങ് അത് മജിർ പള്ളത്തൊക്കെ പാറും. ഇയാൾ ചെല്ലി, അതായത് അത്രയും തെളുപ്പിൻ്റെത് എന്നും ആന്നില്ല, ഭയങ്കര മൃദുത്വ, സിമ്പിൾ സിറ്റിംഗ് അല്ലെങ്കിൽ ഭയങ്കര ചെറുത്, മതിയാനേ ഇല്ല എന്നതിന് അയാളൊരു മിസാൽ പറഞ്ഞ ഊതിയെങ്കിലും അവിടെയൊക്കെ പാറും. എല്ലാം കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് രണ്ടാമത്തെ ദുആവും കഴിഞ്ഞ് ഖബർ സിയാറത്തും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് സുബ്ഹാന റബ്ബി പള്ളിന്റെ പുറത്ത് ചർച്ച അല്ലേ. അരി ഇപ്പത്തെ കമ്മിറ്റി, മാജി കമ്മിറ്റി, മുന്നത്തെ കമ്മിറ്റി എല്ലാവരും കൂടി ഒരു ചർച്ച എന്തറിഞ്ഞ അത് ഉസ്താദ് അങ്ങനെ ചെല്ലേ ഊടെ പിടിച്ചിട്ട് ഊതി അങ്ങ് മജിർ പള്ളത്തൊക്കെ പാറുന്നു. അതിൻ്റെ ഇടയിൽ അവിടെ ദൈഗോളിൽ കറണ്ടിന്റെ കമ്പയില്ല, അവിടെ ചിക്കാലേ ഓർക്കിപ്പോൾ ചർച്ച. അത് അല്ലാണ്ട് ഈ നാളെ ബുദ്ധിക്ക് അങ്ങനെ വേറൊന്നും ഉറക്കണ, അങ്ങനെ പല്ല് ഒരു ചെല്ലണ, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം, അതല്ല ചർച്ച. അത് ഊതി അങ്ങ് അവിടെ പോകുന്ന ദൈഗോളിൽ കറണ്ടിന്റെ കമ്പയില്ല, അവിടെ ചിക്കാലേ. ഇതേ ചർച്ചാക്കണ്ടി.
അതാ ചർച്ച ആക്കണ്ടിയേ. ഞമ്മ ആവശ്യമുള്ളത് ചർച്ചാക്കുന്നില്ല, ആവശ്യമില്ലാത്തിന് വേങ്കയിടും, ആവശ്യമില്ലാത്തിന് വേങ്കയിടും. ഇരിക്കട്ടെ. മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, പേര് നന്നാക്കണ, പേര് മട്ടം പോലെ ഇടണ. പണ്ടൊരിക്കൽ ഉത്തരദേശം പത്രത്തിൽ കണ്ടു. നിങ്ങൾ വായിച്ചിനാന്തോ? ഞാൻ വായിച്ചിന്. എൻ്റെ അടുത്ത് ഉണ്ടാണോ കപ്പാട്ടിൽ, കിതാബിന്റെ സൈഡിൽ ഉണ്ടാണോ? അതില് ഇപ്പൊ ഉത്തരദേശം പത്രം ഉണ്ടാ, സാജാന പത്രം, മലയാള പത്രം, കാസർഗോഡ് നിറങ്ങുന്ന ഒരിക്കലും നല്ല. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതിൽ ഞായറാഴ്ച വ്യാഴാഴ്ച എല്ലാം വിവാഹ മംഗളാശംസകൾ നേർന്നിട്ടൊരു പേജ് ഉണ്ടാവും, അര പേജ്, ഫുൾ പേജ് എല്ലാം ഉണ്ടാവും. അതിലെ ഒരു ചങ്ങായിന്റെ മംഗളത്തിന് തായ ആശംസകൾ അർപ്പിക്കുന്നു. ആരറിഞ്ഞ? ചില മനുഷ്യന്മാർ പേരുകളെ വക്രീകരിക്കുന്നതിന്റെ ഉദാഹരണം പറയുന്നതാണ്. നല്ല പേരിടും, ചമ്പാപ്പ് പോലത്തെ പേരിടും, അർത്ഥമുള്ള മനോഹരമായ പേരിടും, എന്നിട്ട് അതിനെ നായിന്റെ കോലമാക്കി മാറ്റും. ആ നിലക്ക് ചെയ്യരുത്. പേര് നന്നാക്കണം, നല്ല നിലക്കന്നെ വിളിക്കണോ. ഇതിലുള്ള പേരാണ് അറിഞ്ഞ ഇക്ബാലിന് മംഗലം 18-ാം താരീഖിന് ഇക്ബാലിന് മംഗളാശംസകൾ നേരുന്നു. ദുബായിൽ നിന്ന് അച്ചു, കുവൈറ്റിൽ നിന്ന് മിച്ചു, ഖത്തറിൽ നിന്ന് ഉച്ചു. അല്ല, ബ്രക്കേറ്റിലുണ്ട്. അച്ചു ഹസൻ, മിച്ചു മിർഷാദ്, ഉച്ചു ഹുസൈൻ. സത്യത്തിൽ ഇത് ഉച്ചു തന്നെയല്ലേ? അല്ല, ഇതിനെന്താ അർത്ഥമുള്ള? ഇതെന്ത് പേര്? ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, പേര് നന്നാക്കണോ, പേര് വടക്കാക്കിയതാണോ, ശരിയല്ല. എന്നിട്ട് ഉമർ ഖത്താബ് തങ്ങളെ ബാപ്പയോട് പറയുകയാണ്, ഒരു കുഞ്ഞ് നന്നാകാൻ ഒന്നാമത് വേണ്ടത് കുഞ്ഞിന്റെ ഉമ്മ നന്നാകണ, നീ സെലക്ട് ചെയ്യുന്ന പെണ്ണ് നന്നാകണ. രണ്ടാമത് കിടാവിന് നല്ല പേരിടണ. മൂന്നാമത് കിടാവിന് ഖുർആന് പഠിപ്പിക്കണോ. ഹബീബുൽ വറാ റസൂലുള്ളാഹ് മക്കൾക്ക് പഠിപ്പിക്കണോ, ധാരാളം പഠിപ്പിക്കണോ. ഒരു വേള അവർ ഖുർആൻ പഠിക്കാതെ, ദീന് പഠിക്കാതെ, നന്മ പഠിക്കാതെ വഴിമാറിപ്പോയി എന്ന് കണ്ടാൽ നാളെ പരലോകത്ത് ആ മക്കളെ കാരണമായി നല്ല ബാപ്പ ഉമ്മ പോലും നരകത്തിൽ കിടക്കേണ്ടി വരും കേട്ടോ. ഞങ്ങളെ മാത്രം ബാപ്പ ഉമ്മ മാത്രം സ്വാലിഹീങ്ങളായിട്ട് കാര്യമില്ല, ബാപ്പ ഉമ്മ മാത്രം ആജിയായിട്ട് കാര്യമില്ല, ബാപ്പ ഉമ്മ മാത്രം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാര്യമില്ല, ബാപ്പ ഉമ്മ മാത്രം ഫർള് നിസ്കരിച്ചിട്ട് കാര്യമില്ല. മക്കളെയും കൂടി ആ നിലക്കാക്കിയില്ല എന്ന് കണ്ടാൽ നാളെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകത്ത് ദുനിയാവിൽ ചെയ്ത തെറ്റിന്റെ പേരില് ഞങ്ങളെ കരളിന്റെ കഷ്ണങ്ങളാകുന്ന മക്കള് അല്ലാഹു കത്തിയാളുന്ന നരകത്തിന്റെ ആഘാത ഗർത്തത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ആ മക്കളെ അതാ അവർ ചെയ്ത തിന്മയുടെ കാരണം, അവർ വലിച്ച കഞ്ചാവ് കള്ളിന്റെ കാരണം, അവർ ചെയ്ത പോക്കിരിത്തരത്തിന്റെ കാരണം, അവരുടെ കയ്യിലിരിപ്പ് കാരണം, ആ മക്കള് മോശക്കാരായതിന്റെ കാരണം, ആ മക്കളെ നാളെ അല്ലാഹു പരലോകത്ത് നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ഭീകരമായ, കഠിനമായ, കഠോരമായ നരക, കത്തിയാളുന്ന നരകത്തിന്റെ ആഘാത ഗർത്തത്തിലേക്ക് ആ മക്കളെ വലിച്ചെറിയുമ്പോ ആ മക്കൾ അല്ലാഹുവിനോട് പറയണത് എന്തറിയാ? ഉമ്മ കേട്ടോ, പിരിശപ്പെട്ട പെങ്ങള് കേട്ടോ, പൊന്നു മുസ്ലിം കേട്ടോ. ആ മക്കൾ അല്ലാഹുവിനോട് പറയുകയാണ്, പടച്ച റബ്ബേ, നീ ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണോ? ആണോ? ഞങ്ങൾ ചെയ്ത പാപത്തിന് അതർഹിക്കുന്നു എന്നത് നേരാ. എന്നാ സത്യം പറയട്ടെ അല്ലാഹ്, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഞങ്ങൾ അതിന്റെ അഹ്ലുകാരല്ല. തെറ്റേത് ശരിയേത് എന്നത് ഞങ്ങളെ ബാപ്പ പഠിപ്പിച്ചിട്ടില്ല, ഉമ്മ പഠിപ്പിച്ചിട്ടില്ല, നന്മയുടെ വഴിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ടില്ല. കാലിന്റെ ഇടയിൽ 10-ാം ക്ലാസ്സോളം മദ്രസ ഉണ്ടായിരിക്കാം. ഞങ്ങളെ ഉമ്മ പറഞ്ഞത് 5-ാം ക്ലാസ്സോളം മാത്രം പറഞ്ഞയച്ചോ. എന്നിട്ട് റബീഉൽ അവ്വൽ എന്നൊരു ഗ്ലാസും മേങ്ങിയിട്ട് ഞങ്ങളെ കൊണ്ട് മദ്രസ മതിയാക്കിച്ചോ. അതിന്റെ അപ്പുറം ഞങ്ങൾ പഠിച്ചില്ല. നിസ്കരിക്കാൻ അറിഞ്ഞുകൂടാ, നോമ്പെടുക്കാൻ അറിഞ്ഞുകൂടാ, കുളിയുടെ ഷർത്തും ഫർളും അറിഞ്ഞുകൂടാ. ഇതിന്റെ ഒന്നാമത്തെ കാരണം ഞങ്ങളല്ല, ഞങ്ങളെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് റബ്ബേ കേൾക്കണമിത്. ആ മക്കൾ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നാഥാ, നീ ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നെങ്കിൽ ആ കത്തിയാളുന്ന നരകത്തിന്റെ ഉള്ളില് ആദ്യമായിട്ട് ഞങ്ങളെ ഉമ്മ ബാപ്പാനെ
വലിച്ചെറിയണമല്ല. അവരാണെങ്കിലോ സ്വർഗത്തിന്റെ പട്ടുടുപ്പുകൾ ധരിച്ചിട്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം അവർ ഡബിളാജിയാണ്, ത്രിബളാജിയാണ്, നല്ലവളാണ്, നല്ലുമ്മയാണ്. ഞങ്ങൾക്കാണെങ്കിലോ ദീന് ചൊല്ലി തന്നില്ല. നട്ടപ്പാതിര നേരത്തെ ഞങ്ങൾ കഞ്ചാവടിച്ചിട്ട് ബജാറിലിരുന്നിട്ട് 2 മണിക്ക് കയറുമ്പോ ഞങ്ങളെ ഉമ്മ ഇന്നോളം ഞങ്ങളിൽ കേട്ടിട്ടാ, നീ എവിടെ പോയിട്ട് വന്ന കുഞ്ഞ്, നിന്റെ ബായെന്തുമ്മ മണക്കുന്ന, നിന്റെ കണ്ണെന്തുമ്മ ചോന്നിന്, നീ എന്തേ ഇത്ര ലേട്ടായെന്ന് ഇന്നോളം കേട്ടിട്ടാ. ഒരു വേള ഞങ്ങളെ ബാപ്പവും ഒരിക്കലെങ്കിലും അത് ചോദിച്ചിരുന്നെങ്കിൽ, ഒരിക്കൽ പേടിപ്പിച്ചിനെങ്കിൽ ഞങ്ങളത് നിർത്തട്ടിയായിരുന്നു. തെറ്റിന്റെ വഴികളിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യവും സഹായവും സൗകര്യം പോലെ ഒരുക്കി തന്നത് ഞങ്ങളെ ഉമ്മ ബാപ്പയാണ്. അതുകൊണ്ട് അല്ലാ അവരെ പിടികൂടണോ, കരുത് അല്ല സ്വർഗത്തിലേക്ക്. ഹൗലായി അളല്ലൂനാ ഫാതിഹിം ലിഅഫം മിനൽ അദാബി വലഅനഹും ലഅനൻ കബീറാ. നാദാ അവരെ നീ നരകത്തിലേക്ക് വലിച്ചെറിയണമല്ല. അവരെ നരകത്തിലേക്ക് നീ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നരകത്തിന്റെ കഠിനമായ കഠോരമായ ചൂട് അവരെ നെഞ്ചിന്റെ മുകളിൽ നിന്നിട്ട് ഞാൻ തണുപ്പിച്ചു കൊള്ളാമെന്ന് നാളല്ലാനോട് പറയുന്നത് നാട്ടുകാരല്ല, 3 സ്റ്റാർ ക്ലബ്ബുകാരല്ല, പൊന്നുമ്മ നിങ്ങളെ മോനാൻ, പൊന്നുപ്പ നിങ്ങളെ മോളാണ്. അതുകൊണ്ട് മക്കളെ കാര്യത്തിലെ ജാഗ്രത. അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറാ. പാപ്പ ഉമ്മ മക്കളെ നല്ലോണം ശ്രദ്ധിക്കും. ഇരുന്നുമ്മ ഇരുന്നോ കിടാൻ ഇരുത്തിക്കോളി. കാമണിക്കൂറുണ്ട് DMK സാഹിബ് 10:30 അപ്പൊ മാതാപിതാക്കൾക്ക് നല്ല റോളുണ്ട് ആ വിഷയത്തിൽ. ഇത് ഞമ്മ പറയും, നാട്ടുകാരെ കുറ്റം പറയും. കിടാവു ഇങ്ങോട്ടോ കിടാവ്, ഞങ്ങളെ കിടാവ്, ഞങ്ങളെ മോള്, ഞങ്ങളെ മോന് എന്തെങ്കിലും കുരുത്തക്കേടാ എന്തെങ്കിലും ഒപ്പിച്ച്, അല്ലെങ്കിൽ 4 ആളെ കൊണ്ട് സല്ലാനത്ത് കേൾപ്പിച്ച്, അല്ലെങ്കിൽ ബാപ്പാന്റെ ഇസ്സത്തും ഉമ്മാന്റെ മൂക്കും സുണ്ടും പൊട്ടിച്ചെന്ന് കണ്ടെങ്കിൽ ചെന്നെന്തറിഞ്ഞ അതാവുമ്പോ അവരെ കൂടെ കൂടിയിട്ട് വിടക്കേ, അത് ക്ലബിന്റെ അകത്ത് കൂടിയിട്ട് വിടക്കേ, അതാ ചങ്ങായി വിടക്കേ. എല്ലാ കുരുത്തക്കേടും അവരെ മേൾക്ക്. ഇതേ കിടാവ് നാളെ കൂടെ പാടിയിട്ടൊരു ഇത് കൊണ്ടുപോയിട്ടില്ല ഗ്ലാസ്. അപ്പൊ ഈ ബാപ്പോട് ജില്ലെന്ന് പറഞ്ഞാ അത് ആരറിഞ്ഞാ എൻ്റെ മോവം, അത് എൻ്റെ മോവം. ഗ്ലാസ് കൊണ്ടുപോകുമ്പോ നിന്റെ മോവം. നാട്ടുകാരെ പൊണ്ടം കക്കുമ്പോ അവർ പഠിപ്പിച്ച് അല്ലേ. നന്മകളെല്ലാം ഞങ്ങളെ ലിസ്റ്റിൽ. ആരും പിടക്കാക്കില്ല കിടാനെ. നീ എന്നെ കിടാനെ കളതെല്ലാം പഠിപ്പിച്ച ഞാൻ ഉസ്താദാ. 7ാം ക്ലാസ് 10ാം ക്ലാസ് എത്ര ക്ലാസ് മാർക്സിന്റെ ഇടാ. അൽഹംദുലില്ലാ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കപ്പെടുന്ന മദ്രസയിൽ ഒരിക്കൽ പോലും 1 സെക്കൻഡ് പോലും ഞങ്ങളെ ഉസ്താദുമാർ കുഞ്ഞിനോട് നീ കളവ് ചെല്ലണമെന്ന് പഠിപ്പിച്ചിട്ടാ. കളവ് പറയല്ല എന്നും ചൊന്നാര് കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. കളവ് പറയല്ല കുഞ്ഞ്, കളവ് പറയരുത്. ഹറാമാണ്, ഹറാമാണ്, പാടില്ല, പാടില്ല. ഇത് മാത്രമാ ഞങ്ങളെ ഉസ്താദുമാർ പഠിപ്പിച്ചത്. പിന്നെ എവിടെന്നാ ഈ കിടാവ് കളവ് പഠിച്ചേ? എടന്ന് ഇങ്ങനത്തെ മുട്ടൊന്നുമില്ല. നാട്ടുകാരനല്ല, ബാപ്പ ഉമ്മ. ഇയാൾ ആടുണ്ട് ഇരുന്നിട്ട് അപ്പോഴാണ് ഇടുന്ന മജ്ജിർപ്പള്ളത്തിന് ഫോൺ വന്നേ. സുഖത എല്ലാം മജ്ജിർപ്പള്ളം ചിലപ്പോൾ നാളെ ബേജാറാവും. നിനക്ക് ദിവസം കടി ഇരുന്നോട്ട്. 2-3 ദിവസം കടി ആയിക്കോട്ടെ. അത് ഒരു മിസാലിന് വേണ്ടിയിട്ട് ഉദാഹരണം പറയുന്ന കേട്ടാ. ഇങ്ങനെ അത് ആരെന്ന് കേട്ട നാളെ അവിടെ കൊടി പിടിച്ചിട്ടുണ്ട. ഉദാഹരണം പറയുമ്പോൾ ബേൻ തിരിയുമല്ലോ. അള്ളാഹു ഉദാഹരണത്തിലാണ് എല്ലാം പഠിപ്പിക്കുന്നത്. ഉദാഹരണം, ഒരു മിസാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബേൻ കാര്യം മനസ്സിലായി. നിർത്താനായോ? യെസ്. ഞാൻ പറഞ്ഞേ അതെ. അതായത് പിന്നെ നമ്മളെ കിടാവിന് ഏതൊരു വിഷയത്തിലും നമ്മളാണ് റോൾ മോഡല്. നമ്മ മാതാപിതാക്കള് ജന്മം നൽകിയ മാതാപിതാക്കള്, അവരിൽ നിന്നിട്ട് തന്നെയാണ് കിടാവ് നന്നാകുന്നത്. അവരിൽ നിന്നിട്ട് തന്നെയാണ് കിടാവ് പിടക്കാത്തത്. നാട്ടുകാരെ കൊണ്ടല്ല. വസം കിടന്നൊരു ഫോൺ വന്ന് ആർക്ക്? എനക്ക് പാപ്പാക്ക്. നിങ്ങളെ ചെല്ലി എനിക്ക് ബേജാറായെങ്കിലാ. എനക്കൊരു ഫോൺ വന്ന് നോക്കുമ്പോ ഇതാരറിഞ്ഞ ഇത് 20-ാം താരീഖിന് 10,000 രൂപ കടമയെങ്കിൽ ഇത് കൂടെ കെട്ടി ആള് വിളിക്കുന്നത്. ഇന്ന് താരീഖ് 25 കൊടുത്തിട്ടുമില്ല. ഞാൻ വിളിച്ചിട്ട് ഒരു എക്സ്ക്യൂസ് ചെല്ലിയിട്ടുമില്ല. അവൻ വിളിക്കുന്നതാണ്. 5-6 കോളായി. ഇങ്ങനെ നിന്റെ ഓക്കറിയില്ല.
ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ എടുത്തിട്ട് ഒന്ന് ചെല്ലാൻ തക്കത്തെ ബാറ്ററിയും കപ്പാസിറ്റിയും ധൈര്യമില്ല. അപ്പം ഞാൻ ഓളോട് ചെന്നു എന്താ തന്നെ നീ ഫോൺ എടുത്തിട്ട് ചെല്ലി. അയാൾ മടിക്കരിക്ക് പോയിട്ട് 3 നാളായി മൊബൈൽ മറന്നിട്ട് പോയി. ഞാൻ ചെല്ലിയറ് ഇതടക്കിടാണ്ട് കേൾക്കുന്നേ. ഓ മടിക്കേരിയല്ല, ഓ തേച്ചും ചെല്ലിയ അയാള് അല്ല അയാളില്ല. അയാൾ മടിക്കരിക്ക് പോയിന്. അയാൾ 3 മൊബൈൽ മറന്നിട്ട് പോയിന്. അയാൾക്ക് ഇപ്പം മറവി കുറച്ച് ഏറെയാണ്. എന്തെന്നറിയത്തില്ല, കുറെ മരുന്നല്ല അതല്ല അയാൾ ചെല്ലിച്ച് അത് ഓളെ പകൽ കൂട്ടുന്നു. ഓ ഷാറെടുക്കാം ഷാറല്ലേ, ഓ വലിയ ശാരിയല്ലേ, അത് ശരിക്കാൻ പറയുന്നതല്ല. ഇപ്പൊ ആരീ കള പഠിപ്പിച്ച നാട്ടുകാരാ? ഇനാര് കണ്ട് കിടാവിനോടാ ഞങ്ങൾ കള പഠിപ്പിക്കുന്നുള്ളേ. ഞമ കള്ളനായ ബാപ്പ കള്ളനായ കിടാവ് ജാമ കള്ളനോ ഉറപ്പല്ലേ? ഉമ്മ മതിലി ചാടിയാൽ ഉമ്മ ബേലി ചാടിയാ മകൾ മതിലി ചാടുമെന്നത് പ്രമാണല്ലേ? ഞമ ആദ്യം നേരാവാ. ഇത് ബാപ്പനെ കുടിച്ചിട്ട് പിന്നെ കിടാവിനോട് കുടിക്കണ്ട വലിക്കണ്ട ഞാൻ അർത്ഥം തള്ളേ. പണ്ടൊരു മരത്തിന്റെ പണിക്ക് മരത്തിന്റെ പണിക്ക് പറയും കണ്ടി കിളിവാതില് വിൻഡോ ഈ ബാതില് കട്ടിലാക്കുന്നില്ല അമ്മ. നിങ്ങെന്ത് പറഞ്ഞ നിങ്ങക്ക് തിരിഞ്ഞ എന്ത് പറഞ്ഞ മോശമില്ല. നിങ്ങക്ക് തിരിഞ്ഞ പേര് ചെല്ലണ്ട. അയാൾക്ക് കണ്ടി കട്ടിലാക്കുന്ന പണി, അയാൾക്കും അതന്നെ പണി, അയാളെ മോനും അതന്നെ പണി. അയാളെ ഹെൽപ്പറായിട്ട് മോൻ തന്നെ ഉള്ള നല്ല ഉഷാറിന്റെ മരപ്പണിക്കാരാണ് 2 ആൾ. അപ്പൊ മോശമില്ല, ബാപ്പാവും മോശമില്ല, നല്ല ഉഷാറാണ്. അപ്പൊ ഈ ബാപ്പാക്ക് ഒരു സ്വഭാവം ഉണ്ട്. എന്തറിഞ്ഞ സുബൈക്ക് വരും മോന്തിയോളം പണിയെടുക്കും. വൈകുന്നേരം ഒരു 3-3:30 ആകുമ്പോ നാളെ സുബൈക്ക് വന്നിട്ട് ഓട്ട എടുക്കേണ്ടിലേക്ക് മുറിക്കേണ്ടിരിക്കല്ലേ ഇയാളെ ഗരയിട്ടിട്ട് വെക്കും. എന്തിന്? നാളെ വന്നിട്ട് സുറു തന്നെ ഗരയിടണ്ടല്ലേ, നേരെ ഉളി കുട്ടിങ്ങായല്ലേ, കുറെ ബാൻ തുടങ്ങാലോ. അപ്പൊ ഒരു 3-3:30 കഴിഞ്ഞെങ്കിൽ ഇയാൾക്ക് പിന്നെ ഗരയിടുന്ന പണി. ഗരയിട്ടിട്ട് ഇയാൾ പോകും. പിറ്റേന്ന് മോനും പാപ്പയും വരും. എന്നിട്ട് അതിനെ മുറിക്കാനോ എടുക്കാനോ അങ്ങനെ വരുന്ന ഇതേപോലെ കരയിട്ട് പോയി. പിറ്റേന്ന് 2 ആളും വന്നു. വരുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ട് വന്നു. ഇടക്ക് അമ്മദാജിന്റെ പേർക്കല്ല, മംഗളത്തിനല്ല. ഇനി 150 ഇടനി 150 അല്ല, പാപ്പ 150 ഇട്ടു. പാപ്പ 150, മോൻ 200 ഇട്ടു. 2 ആളും ഇട്ടിട്ടാണ് വന്നിനെ. ഞാൻ പറഞ്ഞതിനറിഞ്ഞ ബാപ്പ നന്നായില്ല എന്ന് കണ്ടാ മോ യാറെ ബടക്കാവും, നാട്ടുകാരെ ദൂരണ്ട. അങ്ങനെ ഈ ബാപ്പാവും മോനും പിറ്റേന്ന് രാവിലെ വന്നിട്ട് നോക്കുമ്പോ ഇത് എപ്പോഴത്തെ പോലെ എന്തോ അല്ല. ഇന്ന് ഇട്ടതല്ല ഏറീന്. 2 ആൾ കയറീനി. 100 ഇടുന്ന പാപ്പ 150, 150 ഇടുന്ന മോമ 250 കിട്ടണ. ഞായറാഴ്ച തോന്നുന്നു ശമ്പളം കിട്ടിയെന്ന് ജനിച്ച് ഇട്ടിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് നോക്കുമ്പോ മരം കൊണ്ടിട്ട് എതിരിൽ വെച്ചിട്ട് രീപ്പ് കൊണ്ടിട്ട് എതിരിൽ വെച്ചിട്ട് പലക കൊണ്ടിട്ട് എതിരിൽ വെച്ചിട്ട് നോക്കുമ്പോ ഇന്നലെ ഇട്ട ഗര ഇയാൾക്ക് കാണുന്നില്ല. ഇയാളെ കണ്ണ് മിണിയാന്ന്. എനിക്ക് തിരിഞ്ഞാ ഇയാൾക്ക് ഒരു അങ്ങനെയാണല്ലോ. ഇയാൾക്ക് ഇത് കാണുന്നില്ല. എങ്ങനെ നോക്കുമ്പോ ഗര കാണുന്നില്ല. ഇയാൾക്ക് മായിന്ന് മറിയുന്നു എന്തെല്ലാം. അപ്പൊ ഇയാൾ മോനെ വിളിച്ചു. മോനെ ഇല്ല പോമ്മ എന്റെ അച്ഛാ വര എവിടെ ഗര വര എവിടെ? അപ്പൊ മോൻ കേൾക്കുന്നല്ലോ പാപ്പ